السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാർ, സ്നേഹധന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കും അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ പുറത്തു തന്ന് ശിഷ്ടജീവിതം അവന്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും നേരത്തെ അബൂജലാൽ ഉസ്താദ് അടക്കം ദ്വാർക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാവരുടെയും ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെല്ലാം പടച്ചവൻ സന്തോഷമുള്ള പരിഹാരം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഒക്കെ പരലോകം അല്ലാഹു സന്തോഷമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്ത് അറഫയും ബലിപെരുന്നാളും എന്ന കാലികമായൊരു വിഷയത്തെ സംബന്ധിച്ച് കുറച്ച് സമയം നമ്മുടെയൊക്കെ ചിന്തക്ക് വിഷയീഭവിക്കേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, ഒരു ചർച്ച എന്ന നിലക്ക്. ഇന്ന് തെർവിയയുടെ ദിനം. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുമുള്ള വിശ്വാസികൾ ഹജ്ജ് നിർവഹിക്കാൻ ഈ കൊല്ലം അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ള ഭാഗ്യവാന്മാർ അവരെ അറഫയിലേക്ക് പുറപ്പെടാനുള്ള മാനസികമായ, ആത്മീയമായ ഒരുക്കത്തിനു വേണ്ടി മിന എന്ന ചരിത്രപ്രസിദ്ധമായ അനുഗ്രഹീതമായ മണ്ണിൽ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. നാളെ പ്രഭാതത്തിൽ തൽബിയത്തിന്റെ മന്ത്രവുമായി ഹാജിമാർ അറഫയിലേക്ക് എത്തും. ളുഹർ മുതൽ മറ്റന്നാൾ സുബഹിന്റെ മുമ്പുള്ള സമയത്തിനിടക്ക് സൗകര്യപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഹജ്ജിന് ഇഹ്റാം ചെയ്തവർ അറഫ എന്ന അനുഗ്രഹീത ഭൂമിയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അല്പസമയം ഉണ്ടായിരിക്കണം. ഈ മഹത്തായ കർമ്മത്തിനു വേണ്ടി ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അൽ ഹജ്ജു അറഫ എന്ന് റസൂലുള്ള പഠിപ്പിച്ച ആ മഹാകർമ്മത്തിനു വേണ്ടി ഹാജിമാർ ഒത്തുകൂടുമ്പോൾ പ്രതീക്ഷാ നിർഭരമാണ് അവരുടെ മനസ്സ്. അതോടൊപ്പം നമ്മുടെയും പ്രതീക്ഷാ നിർഭരമാണ്. കാരണം അവരുടെ നല്ല ദുആയിൽ നാം കൂടി കടന്നുകൂടാൻ ആവശ്യമായ ഈമാനികമായ ബന്ധം അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നതിന്റെ ബലത്തിൽ അവരുടെ അനുഗ്രഹീതമായ ദുആയുടെ കൂട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമുക്കും ഉൾപ്പെടാനുള്ള ഭാഗ്യമുണ്ടാകും. നമ്മൾ മുഅ്മിനുകളാണെങ്കിൽ അല്ലാഹു അതിനുള്ള യോഗ്യത നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തികച്ചും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സമകാലിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുമ്പോൾ അറഫാ ദിനത്തെക്കുറിച്ചുള്ള ഈ ഒരു ചർച്ചയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അവസാനത്തെ ഹജ്ജിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ആ ഖുതുബയുടെ ചില ആശയങ്ങൾ പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. കാരണം നമ്മുടെ ബൈലുക്സിൽ തന്നെ ഇപ്പോ ബ്രൗസർ റൂമുകൾ പരിശോധിച്ചാൽ എല്ലാവരും ഗൾഫിലൊക്കെ അറഫക്ക് വേണ്ടി ഒത്തുകൂടിയ കൂടുന്ന മുഅ്മിനീങ്ങളുടെ ആ നല്ല ദുആയിൽ എങ്ങനെ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് യാതൊരു ബ്രേക്കുമില്ലാതെ വായിൽ വന്നത് കോതക്ക് പാട്ട് എന്ന പോലെ പലരും പലതും വിളിച്ചു പറയുമ്പോ ആ ഭ്രാന്തമായ വിളിച്ചു പറയലിന്റെ പുറകിൽ ആളുകൾ ഒരുമിച്ചു കൂടുന്ന ദുരന്തം കാണുമ്പോൾ വാസ്തവത്തിൽ മനസ്സിൽ വല്ലാത്ത സങ്കടം, അതിലേറെ വല്ലാത്തൊരു വ്യാകുലത അനുഭവപ്പെടുകയാണ്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണയുമില്ലാത്ത വിഭാഗം. അല്ലദീന വല്ല സായുഹും, പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും ഒക്കെ വൃഥാവിലായി പോകുന്ന ആളുകൾ. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങളൊരു കാര്യമായ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നത്രേ അവരുടെ ധാരണ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിച്ചതുപോലെ എന്തിന്, ആർക്ക് വേണ്ടി എന്നതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സമീപനങ്ങൾ ഉണ്ടാകുമ്പോ ഒച്ചപ്പാടുകളുടെ പിന്നാലെ അത് കേട്ടിരിക്കുന്നതിലാണ്
പലർക്കും താല്പര്യം എന്ന് പറയുമ്പോൾ പറയുന്നവരെ കുറിച്ച് മാത്രമല്ല, അതിനൊക്കെ ക്ലാപ്പ് കൊടുക്കാനും അതിന് സപ്പോർട്ട് ചെയ്യാനും സാന്നിധ്യം കൊണ്ടെങ്കിലും. അത് സപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ടാൾക്കുണ്ട്. ഒന്ന് അവര് പറയുന്നതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള സപ്പോർട്ട്, മറ്റൊന്ന് ആളെ കൂട്ടിക്കൊടുത്തിട്ടുള്ള സപ്പോർട്ട്. ഏതായാലും ഈ നിലക്കുള്ള സഹകരണങ്ങളൊക്കെ ഒരപകടകരമായ സൂചന നൽകുന്നു എന്നത് ഒരു ധാർമ്മികമായ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും അവനവൻ എന്ത് പറയുന്നുവെന്നും അത് നമ്മുടെ ആഖിറത്തെ എങ്ങനെ ബാധിക്കുമെന്നും ഒക്കെ ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അത്രയപ്പോ ഞാൻ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെയും സംഭവബഹുലമായ ജീവിതത്തിന്റെ അനുസ്മരണത്തിന് ബലിപെരുന്നാളുമായി വലിയ ബന്ധമുണ്ട്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെയും നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് വാസ്തവത്തിൽ നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാനും പരലോകം സന്തോഷകരമാക്കാനും കഴിഞ്ഞകാല ജീവിതത്തിലെ അരുതായ്മകൾക്ക് സമാപനം കുറിച്ച് കുത്തഴിഞ്ഞ ജീവിതത്തോട് ഗുഡ് ബൈ പറഞ്ഞ് ഒരു പുതിയ സ്വർഗീയ ജീവിതത്തിലേക്ക് സമാരംഭം കുറിക്കുന്ന പ്രക്രിയക്ക് തുടക്കം കുറിക്കലാണ് വാസ്തവത്തിൽ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അറഫ എന്ന് പറയുമ്പോ ആ അറഫയുമായി ബന്ധപ്പെടുത്തി നമ്മളിപ്പോ ഹജ്ജിന് പോയ ആളുകളൊക്കെ എന്തായാലും ഇപ്പൊ വൈരുദ്ധ്യ കേൾക്കുണ്ടാവില്ല. പോകാത്ത നമ്മൾ ആ ഹാജിമാരുടെ ഭാഗ്യത്തിൽ സന്തോഷിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ അന്തരംഗം മന്ത്രിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദുഃഖമുണ്ട്. അതെന്താ? ഈ കൊല്ലം ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടായില്ലല്ലോ എന്നത്. അത് നമ്മുടെ ഒരു നഷ്ടത്തെക്കുറിച്ചുള്ള ഓർമ്മ. അത് നമ്മെ ശരിക്ക് വേട്ടയാടണം, നമ്മുടെ മനസ്സിനെ മെതിക്കണം. എന്തിന്? അവിടെ പോയി സുഹൃതങ്ങൾ കൊണ്ട് സമ്പന്നമായി നന്മകൾ വാരിക്കൂട്ടാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയ എനിക്ക് അറഫായുടെയും മിനായുടെയും അതേപോലെ തന്നെ ഹറമിന്റെയും വിശുദ്ധമായ മണ്ണിലെത്താൻ സാധിച്ചില്ലെങ്കിലും ഞാൻ നിലനിൽക്കുന്ന രാജ്യത്തും സ്ഥലത്തും വെച്ച് ആകാവുന്നത്ര നന്മയുടെ സജീവത കൊണ്ട് എന്റെ ജീവിതം സന്തോഷകരമാക്കാൻ, പാരത്രികം സുഭദ്രമാക്കാനുള്ള പ്രവർത്തനത്തിലും മുൻകരുതലുകളിലും ഇടപെടാനുള്ള കടമയും കർത്തവ്യവും എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ ഈ നഷ്ടബോധത്തിന്റെ കുറവുകളിൽ നിന്ന് ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നന്മയുടെ രംഗത്ത് സജീവമായി കടന്നുവരാനുള്ള ഒരു പ്രചോദനം ഈ ഒരു നഷ്ടബോധത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമല്ല. അല്ലെ? ചിന്തയുടെ അഭാവമാണ് പലപ്പോഴും നന്മയുടെ രംഗത്ത് സജീവമാകാനും അറച്ചു നിൽക്കാനും നമുക്ക് പ്രേരകമാകുന്നത് എന്ന് പറയാതെ വയ്യ. നിങ്ങൾ നോക്കൂ, അറഫയിൽ ഒത്തുകൂടാൻ നാളെ പുറപ്പെടുന്ന ഹാജിമാരുടെ ഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ എന്തായാലും സൗദി അറേബ്യയിൽ തന്നെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ, ഇന്ത്യ രാജ്യത്തോ മറ്റു സ്ഥലങ്ങളിലോ എവിടെയാണെങ്കിലും ഈ കൊല്ലം അതിന് സെലക്ടഡ് അല്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ എന്ന് ചിന്തിക്കുമ്പോ ആ അറഫയിൽ ഒത്തുകൂടിയ മുഅ്മിനീങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു അവരുടേതായ ആ പ്രവർത്തനത്തിൽ നമ്മൾ മാനസികമായി പങ്കുചേർന്നു ഒരു അറഫ ആചരണം. ബഹുമാനപ്പെട്ട ഇമാമുകളൊക്കെ കിതാബിൽ അത് രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. അറഫയിൽ പോകാത്ത നമുക്ക് നമ്മൾ നിലകൊള്ളുന്ന രാജ്യത്തും സ്ഥലത്തും വെച്ച് ഒരു അറഫ ആചരണം. അതെന്താണ് ആ ആചരണത്തിന്റെ പൊരുൾ? ആ ആചരണത്തിന്റെ പൊരുൾ മറ്റൊന്നുമല്ല, ഹാജിമാർക്ക് അറഫയിൽ നിന്ന് ലഭിക്കുന്ന സൗഭാഗ്യത്തിന്റെ വിശാലമായ അവസ്ഥകൾ ഉൾക്കൊള്ളുകയും എന്നിട്ട് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും അവരെ മഹബത്ത് വെച്ചും മഹബത്ത് വെച്ചവർക്ക് ആരെയാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരുടെ കൂടെ കൂടാനുള്ള സൗഭാഗ്യമുണ്ടാകുമെന്ന വിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായൊരു ഓഫർ. അൽ മർഉ മഅ മൻ അഹബ്ബ. മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ അവരോടൊപ്പമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു മഹത്തായ ഓഫർ, ആ ഓഫറിന്റെ ബലത്തിൽ
അറിയാതെ അതിലേക്ക് കടന്നുകൂടാനുള്ള ഒരു ചിന്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലൊക്കെയും കുടികൊള്ളണം. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം യുഎയിലൊക്കെ നാളെ അറഫയുടെ ദിവസം ദുൽഹിജ്ജ 9 തന്നെയാണ്, ഇന്ത്യയിലൊക്കെ മറ്റന്നാളായിരിക്കും. എന്നാലും ആ ഏറ്റവും നല്ല ആ സന്ദർഭത്തിൽ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനൊരു വിഷയം തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് അറഫ ആചരണം എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിന്റെ ചുവട് പിടിച്ച് നമ്മൾ ഹാജിമാർ അറഫയിൽ ഒത്തുകൂടുമ്പോ അവിടെ എത്താൻ കഴിയാത്ത സ്വകാര്യ ദുഃഖം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി നോമ്പെടുത്തുകൊണ്ട് അവരോടൊപ്പം കൂടാൻ നമുക്ക് സാധിക്കണം. ഹാജിമാരെ അറഫടന്ന് നോമ്പെടുക്കൂല, എടുക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം അവരുടെ അമലിന് പ്രയാസം വരുന്ന ഒരു സാഹചര്യം അതുകൊണ്ടുണ്ടാവാം. എന്നാൽ ഹജ്ജിന് പോകാത്തവർക്കൊക്കെ വളരെ ശക്തിയായ സുന്നത്താണ് അറഫ നോമ്പ്, വളരെ ശക്തിയായ സുന്നത്താണ്. അതിന് വലിയ ഓഫറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞൊരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും ദോഷം പൊറുപ്പിക്കും. കഴിഞ്ഞ കൊല്ലത്തെ ഒരു കൊല്ലത്തെ ചെറുദോഷങ്ങളും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ചെറുദോഷങ്ങളും പൊറുക്കും എന്ന ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചിലർ രേഖപ്പെടുത്തി, വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. സ്വീകാര്യയോഗ്യമാകും വിധത്തിൽ അറഫ നോമ്പ് നോൽക്കാൻ സാധിച്ച ആൾക്ക് ഒരു കൊല്ലവും കൂടെ ആയുസ് നീട്ടിക്കിട്ടുമെന്നതിന്റെ ഒരു പ്രോമിസാണ്, ഒരു ഉറപ്പാണ് ആ വാക്ക്. കാരണം വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ജീവിതത്തിൽ തന്നിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ദോഷങ്ങൾ പൊറുപ്പിക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു കൊല്ലവും കൂടെ ജീവിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നതിലേക്ക് സൂചനയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ശരിക്കും പ്രതീക്ഷയോടെ അറഫ നോമ്പെടുത്ത്, അറഫ ദിവസത്തിൽ സുന്നത്ത് നോമ്പെടുത്ത്, അതേപോലെ ജീവിതത്തിന്റെ എല്ലാ കഴിഞ്ഞ കാല തെറ്റുകളിൽ നിന്നും മാറാനും ആത്മീയമായ വിശുദ്ധിയിലേക്ക് ഉയർന്നു പോകാനുമുള്ള പ്രത്യേകമായ ചിന്തയോടുകൂടെ നന്മയിൽ സജീവമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മാ റുഇയ ശൈത്താനു അസ്ഗറ വഅദല്ല മീ യൗമി അറഫ. പിശാചിന് ഏറ്റവും നിന്ദ്യനും അങ്ങേയറ്റം മോശക്കാരനുമായി കാണപ്പെടുന്ന ദിവസം അത് അറഫ എന്നാണ്. 4 സന്ദർഭത്തിൽ പിശാച് സഹിക്കാനാവാതെ വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. അതിലെ ഒരു സന്ദർഭം റെഗുലറായി എല്ലാ വർഷവും ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അന്ന് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ചരാചരങ്ങളും ഉലിദൽ ഹുദാ ഫൽകാഇനാതു ളിയാഉ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ പുണ്യദിനത്തിൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ മനുഷ്യന്മാരും മലക്കുകളും ഒക്കെ സന്തോഷത്തിലായിരുന്നു അന്ന്. കാരണം ഈ ലോകത്ത് ആവശ്യമായ ദിശാബോധം നൽകുന്നതിന്റെ ചാലകശക്തിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് ജനിച്ചു വീണു എന്നതിന്റെ സന്തോഷം. എന്നാൽ അന്ന് തന്റെ പ്രവർത്തനങ്ങളുടെ സകല അനുകൂല സാഹചര്യങ്ങളും തകർത്തു കളയുന്ന പരിഷ്കർത്താവാണല്ലോ വന്നത് എന്ന നിലയ്ക്ക് എന്റെ ഏറ്റവും വലിയ ശത്രു ജനിച്ചു എന്നതിന്റെ പേരിൽ അന്ന് വലിയ ദുഃഖം പിശാചിനുണ്ടായിട്ടുണ്ട്. ആ ദുഃഖം അന്ന് പിശാചിനുണ്ടായെങ്കിൽ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലത്തിലും നബിതങ്ങൾ ജനിച്ച ദിവസം വരുമ്പോ, അതുപോലത്തെ ദിവസം വരുമ്പോ ആദർശപരമായ റസൂലുള്ളാഹിനോട് താല്പര്യവും ബന്ധമുള്ളവർക്കൊക്കെ വലിയ സന്തോഷം എപ്പോഴും ഉണ്ട്. കുട്ടികൾ തോരണങ്ങൾ തൂക്കി മർഹബ പാടി, അതേപോലെ തന്നെ മറ്റു സന്തോഷത്തിന്റേതായ മാർഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ കാഴ്ചവെച്ച് അവർ മുന്നോട്ട് പോകും. അതേസമയത്ത് ആശയപരമായി പിശാചിനോട് കമ്മിറ്റ്മെന്റ് ഉള്ളവർക്ക് ആ റസൂലുള്ള ജനിച്ച ദിവസം വരുമ്പോൾ എപ്പോഴും അട്ടയുടെ മുഖത്ത് ഉപ്പിട്ട പോലത്തെ ഒരു പ്രതീതി നമുക്ക് കാണാൻ സാധിക്കും. ലഘുലേഖയെടുത്ത് നബിദിനാഘോഷത്തിന്റെ തെളിവുണ്ടോ എന്ന് ചോദിച്ച് ആരൊരു വിഷമിച്ച മുഖമായിട്ട് നടക്കുന്ന കുറച്ച് ആളുകളെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത് ആശയപരമായ ഓരോ കൂട്ടരുടെയും ബന്ധം ആരോടാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏതായാലും നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ സന്ദർഭം സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചപ്പോൾ പിശാച് സഹിക്കാനാവാതെ നിലവിളിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഫാത്തിഹ എന്ന് പറയുന്ന ആ സൂറത്തിന്റെ ആ പ്രയോഗവൽക്കരണം മുഖേന ഒട്ടനവധി പൈശാചികമായ ദുർബോധനത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ പരിവർത്തനത്തിലേക്ക് കടന്നുവരാൻ അവസരം ലഭിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നെങ്ങാനും ആത്മാർത്ഥമായിട്ടൊരു വിശ്വാസി
പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്താൽ അവിടെ പിന്നെ പിശാചിന്റെ സകല പ്രവർത്തനങ്ങളും വെള്ളത്തിലാവുമല്ലേ. അതുകൊണ്ട് തന്നെ ഫാത്തിഹ എന്ന് പറയുന്ന സംഗതി പ്രയോഗവൽക്കരിക്കുന്ന മുസ്ലിം, ആ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇവന്റെ സകല തരികിടകളും തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ വരുമ്പോ തന്റെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ, ക്ലിക്കാകാത്തതിന്റെ പേരിലുള്ള മോഹഭംഗം അത് അടിക്കടി പിശാച് അനുഭവിക്കേണ്ടി വരും എന്നതിന്റെ പൊരുൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഫാത്തിഹ അവതരിപ്പിച്ചപ്പോൾ പിശാചിന് ദുഃഖമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹയോട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചെറിയ അകൽച്ച ചിലരെങ്കിലും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ അല്ലെ. നമുക്ക് ഇടയ്യാ ഫാത്തിഹയാണത് കളിയാക്കിയിട്ടെങ്കിലും ചിലര് പറയല്ലേ, പേക്കൂട്ടി കൊണ്ടുപോകുമ്പോഴും ഫാത്തിഹ, പുതിയ പിളർക്കുമ്പോഴും ഫാത്തിഹ, മയ്യത്ത് ഉറപ്പെട്ടാലും ഫാത്തിഹ, അതേപോലെ തന്നെ പിന്നെ കല്യാണ നിശ്ചയത്തിനും ഫാത്തിഹ എന്ന് പറഞ്ഞ് ചില ആളുകൾ വിഷമിക്കണം നമ്മൾ കേൾക്കലുണ്ടല്ലോ. ശരിയാണ്, നമുക്ക് എല്ലായിടത്തും ഫാത്തിഹയാണ്. കാരണം എന്താ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആകാശത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ആ ശബ്ദം കേട്ട സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആ ശബ്ദം എന്താണെന്നറിയോ? ഇന്ന് വരെ തുറക്കപ്പെട്ടിട്ടില്ലാത്തൊരു വാതിൽ തുറന്ന സൗണ്ടാണ്. അതിലൂടെ ഒരു മലക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ആ മലക്ക് ഇറങ്ങി വന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് സൂറത്തുൽ ഫാത്തിഹയും അതേപോലെ തന്നെ അൽ-ബഖറ സൂറത്തിന്റെ അവസാന ഭാഗവും ഇത് രണ്ടും നൽകുമ്പോൾ ഒരു പ്രത്യേകമായ ആമുഖം അവിടുന്ന് പറയാൻ, അബ്ശിർ ബിനൂറൈൻ ഊതീതഹുമാ ലം യൂതഅഹുമാ നബിയ്യുൻ ഖബ്ലക, നബിയെ തങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത രണ്ടു പ്രകാശം കൊണ്ട് തങ്ങൾ സന്തോഷിക്കുക. ഏതാണത്? ഫാത്തിഹത്തുൽ കിതാബി വ ഖവാതിമു സൂറത്തുൽ ബഖറ, ഫാത്തിഹയും അതേപോലെ തന്നെ അൽ-ബഖറ സൂറത്തിന്റെ അവസാനമായി വരുന്ന ആമന റസൂൽ തുടങ്ങുന്ന ഭാഗവുമാണ് എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മലക്ക് പറയണത്, ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ, അതിൽ നിന്നുള്ള ഒരൊറ്റ അക്ഷരം നിങ്ങൾ പാരായണം ചെയ്താൽ ആ പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദിഷ്ട കാര്യമെന്തോ അത് സഫലമാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതൊരു അനുഗ്രഹീതമായ വിഷയത്തിന്റെ മുന്നിലും അതിൽ പടച്ച റബ്ബിന്റെ പൊരുത്തവും ആത്മീയമായ സഹായവും നമുക്ക് ലഭിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുതിയ പിളർക്കുമ്പോഴും ഗൾഫിക്ക് പോകുമ്പോഴും അതേപോലെ തന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും എല്ലായിടത്തും മുസ്ലിമീങ്ങൾ അൽ-ഫാത്തിഹ പറയും. ആ അൽ-ഫാത്തിഹക്ക് അതിന്റേതായ വലിയ പ്രത്യേകതയും മഹത്വമുണ്ട്. അതേസമയത്ത് അൽ-ഫാത്തിഹ പ്രയോഗവൽക്കരിച്ചാൽ പിശാചിന്റെ ഒരുപാട് തന്ത്രങ്ങൾ തകരുമെന്നതിനാൽ ഫാത്തിഹ കഴിയുന്നത്ര മുടക്കാനുള്ള പ്രവർത്തനം പൈശാചികമായ ആശയങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളവർ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഫാത്തിഹ ഓതാൻ അവസരം കിട്ടാത്തത് എന്ന് നമ്മൾ ഊഹിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് ഞാൻ അത് സംബന്ധമായി സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ സന്ദർഭം പിശാച് സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ഷാമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരെ പിടികൂടുകയും മുസ്ലിമീങ്ങളെ കൊള്ളയടിച്ചുണ്ടാക്കിയ അവരുടെ സാമ്പത്തികമായ അസ്തിത്വം തകർക്കുക എന്ന ഒരു ശാസ്ത്രീയമായ വളരെ ഫലപ്രദമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി അവരെ പിടികൂടാൻ മുസ്ലിമീങ്ങൾ ബദറിലെത്തുകയും അവസാനം അതൊരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യമുണ്ടായി. യുദ്ധത്തിന്റെ വക്കത്തേക്ക് എത്തുമ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളുടെ കൂടെയുള്ള വളരെ ചുരുങ്ങിയ സ്വഹാബത്തിനെയും പട്ടണം പൊടി മൂക്കിൽ വലിക്കുന്ന ലാഘവത്തോടെ നശിപ്പിച്ചു കളയാമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അബൂജഹലിന് വേണ്ട സപ്പോർട്ട് കൊടുത്ത് സുറാഖത്തുബ്നു മാലിക് എന്ന ഗോത്രത്തലവന്റെ വേഷത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഞാനും എന്റെ ആളുകളും ഇന്ന് നിങ്ങളോടൊപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ ലാ ഗാലിബ ലക്കുമുൽ യൗം വ ഇന്നി ജാറുൽ ലക്കും, നിങ്ങളെ പരാജയപ്പെടുത്താൻ ഇന്നാർക്കും സാധ്യമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. വ ഇന്നി ജാറുൽ ലക്കും, നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് ഒപ്പം കൂടി ഇസ്ലാമിനെയും റസൂലുള്ളാഹിയെയും എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് കെട്ടുകെട്ടിക്കാമെന്ന് പ്രതീക്ഷയോടെ അബൂജഹലിനെ പോലെ തന്നെ പിശാചും കാത്തു നിൽക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചെറുസംഘത്തെ സഹായിച്ചില്ലെങ്കിൽ അല്ലാഹുവേ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ, ഭൂമിയിൽ ഒരിക്കലും നിന്നെ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് സഹായത്തിന് റബ്ബിനോട് ആവശ്യപ്പെട്ടു.
അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മലക്കുകളെ ഇറക്കി കൊടുക്കാമെന്ന് ആദ്യം പറയുകയും അത് 3000 ആക്കി വർദ്ധിപ്പിക്കുകയും പിന്നീട് 5000 മലക്കുകളെ ഇറക്കി കൊടുക്കുന്നു എന്ന സന്തോഷ വാർത്ത നൽകുകയും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ആ 5000 മലക്കുകൾ പ്രത്യേക യൂണിഫോം അണിഞ്ഞ് തലയ്ക്കെട്ട് കെട്ടി ബദറിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന കാഴ്ച അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കണ്ടു. ആ കണ്ട സമയത്ത് അബൂജഹലിന്റെ തോളിൽ കൈയിട്ട് ഒന്നിച്ച് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നിടത്തുനിന്ന് പതുക്കെ തോളിന്ന് കൈയെടുത്ത് ഞാൻ ഇപ്പൊ വരാൻ പറഞ്ഞ് ഇബ്ലീസ് മുങ്ങാണ്. അബൂജഹൽ ചോദിച്ചു, യുദ്ധപ്പ തുടങ്ങും, എങ്ങടാ പോണേ? അപ്പൊ പറഞ്ഞു, ഇനി ആറാ മാലാ തറവുന, സംഗതി പറയാൻ പറ്റൂല, ഈ കാണാത്ത പോലെ സംഗതി ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയത് മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ അതിശക്തമായിട്ടുള്ള വിജയവും അതേപോലെ ശത്രുക്കളുടെ നാണം കെട്ട തോൽവിയും വന്നപ്പോ സഹിക്കാനാവാതെ പിശാച് കരഞ്ഞിട്ടുണ്ട്. 4ാമത്തെ സന്ദർഭം റെഗുലറായി നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറഫയുടെ അന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കൊല്ലവും പിശാച് തലയിൽ മണ്ണ് വാരിയിട്ട് എല്ലാ അർത്ഥത്തിലുള്ള പരാജയവും പറ്റിപ്പോയല്ലോ എന്നതിന്റെ പേരിൽ, നഷ്ടബോധത്തിന്റെ പേരിൽ ഇച്ഛാഭംഗം സംഭവിച്ച് അവൻ അങ്ങേയറ്റം സഹിക്കാനാവാതെ കരയും. ഇത് എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണെന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നത്. അതാ നബിതങ്ങൾ പറഞ്ഞത്, മാറുയ ശൈത്താനും അസഗറവ, അതല്ല പിശാചിന് ഏറ്റവും കൂടുതൽ നിന്ദ്യനും ഏറ്റവും ചെറുതായും കാണപ്പെടുന്ന ദിവസം അത് അറഫണെന്നാണ്. എന്താ കാരണം? അറഫയിൽ വരുന്ന മുസ്ലിമീങ്ങളിൽ പലരും ഒരു പക്ഷേ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അവസ്ഥകൾ പരിശോധിച്ചാൽ ഒട്ടനവധി കുറ്റങ്ങളുടെ ലോകത്ത് സ്വൈരവിഹാരം നടത്തിയവരായിരിക്കും. ആ ഒരു കണ്ടീഷനിൽ അവരങ്ങ് മരിച്ചുപോയിരുന്നുവെങ്കിൽ പിശാചിന്റെ കൂടെ നരകത്തിലേക്ക് അവരെ കൊണ്ടുപോകാമെന്ന തീരുമാനത്തിലും ആശ്വാസത്തിലും പിശാച് നിന്നിരിക്കും. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ അവർക്കുണ്ടായ മനംമാറ്റം, അല്ലെങ്കിൽ ഹജ്ജിനു പോകാനുള്ള അവസരം, കരിമ്പടം പുതച്ചു നിൽക്കുന്ന കഅബാലയം കൺകുളിർക്ക കാണാൻ അവസരമുണ്ടായപ്പോ ഈമാനികമായ ബോധമുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാർ പടച്ചവന്റെ ഭവനത്തിലെത്തി വാവിട്ട് നിലവിളിച്ച് അവരുടെ കഴിഞ്ഞകാല അപരാധങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കരയുന്ന രംഗം കണ്ടപ്പോ, അതേപോലെ വിശ്വാസികളായ മനുഷ്യന്മാർ ഹറമുമായി ബന്ധപ്പെട്ട ആരി ചാരിയത് മുടക്കുമെന്നൊക്കെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല ഇരുണ്ട ദിനങ്ങളിൽ, ഇരുണ്ട നാളുകളിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ അരുതായ്മകളെ കുറിച്ചോർത്ത് ഇനി അങ്ങോട്ടുള്ള ജീവിതം അതൊരു പവർഫുള്ളായ ആത്മീയമായി മഹത്വമുള്ള ജീവിതമാക്കി മാറ്റണമെന്ന ഉത്കടമായ ആഗ്രഹത്തോടും അതിനുവേണ്ടിയുള്ള തീരുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ ഹാജി വലിയ പ്രതീക്ഷയുമായി അറഫയിലേക്ക് പോവുകയാണ്. ഒരു 75 വയസ്സ് വരെ ഇബ്ലീസ് അയാളെ കൊണ്ട് എല്ലാ വേണ്ടാത്തരവും ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോ അയാൾക്ക് അറഫയിലെത്തിയപ്പോ കഴിഞ്ഞകാല ജീവിതത്തിലെ അരുതായ്മകളെ ഏറ്റവും വലിയ വിഷമത്തോടുകൂടെ അയാൾ നോക്കിക്കാണുകയും അതോടൊപ്പം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെങ്കിലും ഒരു നല്ല അവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെന്ന് പ്രതിജ്ഞയായി എത്തുകയും ചെയ്ത്, പടച്ചോനെ, ഈ അറഫയിൽ നിന്ന് വെറും കൈയോടെ എന്നെ മടക്കരുതെന്നും ഇവിടെ നിന്ന് നീ എന്റെ ദോഷം പൊറുക്കാതെ മടക്കിവിട്ടാൽ ഇതിലും മെച്ചപ്പെട്ട മറ്റൊരു സ്ഥലത്ത് പോയി എനിക്ക് ചോദിക്കാനില്ലെന്നും യജമാനനായ റബ്ബിനോട് മനസ്സ് പൊട്ടി ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഇടയിൽ വെച്ച് ആ ഹാജി പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം അടക്കമുള്ള ഹാജിമാരോട് മൊത്തത്തിലായി പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതെന്താ? ഫീലൂ മഗ്ഫൂറൻ ലക്കും, ദോഷം പൊറുക്കപ്പെട്ട നിലക്ക് അറഫയിൽ നിന്ന് നിങ്ങൾ അതാ പൊയ്ക്കൊള്ളൂ എന്ന പ്രഖ്യാപനമുണ്ട്. അതേപോലെ മലക്കുകളെ സാക്ഷി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പറയുന്നു, അഭിമാനം പറയുന്നു, മലക്കുകളെ, എന്റെ അടിമകൾ അവരതാ അറഫയിലെത്തി, അവരെന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങൾ എന്റെ മുന്നിൽ അവർ ഏറ്റുപറഞ്ഞു. അവൻ തെറ്റ് ചെയ്തെങ്കിലും അറഫ അന്നലഹു റബ്ബ, അവനൊരു റബ്ബുണ്ടെന്നും അവന്റെ ഏതു പ്രയാസങ്ങളും ആ റബ്ബിന്റെ ആ അനുഗ്രഹീതമായ ആശ്വാസത്തിന്റെ തുരുത്തിൽ ഇറക്കി വെക്കാമെന്നും അവൻ മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്നോട് ചോദിച്ചിരിക്കുന്നു, അതിനാൽ മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പൊറുക്കപ്പെട്ട് നരകത്തിലേക്ക് അടുത്ത ദിവസം എത്തിക്കാമെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന ഒട്ടനവധി മെമ്പർമാരെ പിശാചിന്റെ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ ഇത്രയും കാലം ഇവന്റെ പുറകെ നടത്തിയ സകലമാന പ്രവർത്തനങ്ങളും വൃഥാവിലായല്ലോ, അത് മുഴുവനും വെള്ളത്തിലായല്ലോ, അത് മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന്
ആലോചിക്കുമ്പോ പിശാചിന്റെ മനസ്സിൽ ഏറ്റവും വലിയ മോഹഭംഗം സംഭവിക്കുന്നു. അവൻ വലിയ നിരാശ ബാധിക്കുന്നു. ആ നിരാശയിൽ നിന്നാണ് അവൻ ഏറ്റവും കൂടുതൽ നിന്ദ്യനായി മാറുന്നത്. തന്റെ പ്രവർത്തനങ്ങൾ തകർന്നു പോയതിന്റെ പേരിൽ തലയിൽ മണ്ണുവാരിയിട്ട് സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോകാൻ അവസരം കിട്ടാത്ത നമുക്ക് പോകാതെ തന്നെ നമ്മുടെ മനസ്സിന്റെ നല്ല ചിന്ത കൊണ്ട്, അതേപോലെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച അവസ്ഥകളെ കുറിച്ച് ആലോചിച്ച് അറഫാ ദിനം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ദോഷം പൊറുപ്പിക്കാനുള്ള ഒരു നല്ല ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ കണ്ടില്ലേ, മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് സഹായകമായ സംഗതികളെന്തോ അതവൻ എപ്പോഴും ആലോചിക്കണം. അതിന് എറർ ബാധിക്കുന്ന പാരത്രിക ജീവിതത്തിലേക്കുള്ള തന്റെ സൗഭാഗ്യത്തിന് തടസ്സമുണ്ടാക്കുന്ന ദുശ്ചിന്തകളും ദുസ്വഭാവങ്ങളുമെന്തോ അത് അവനവന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്, നിങ്ങൾ കണ്ടില്ലേ, അറഫാ ദിനത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇലെ ചരിത്ര പ്രസിദ്ധമായ ആ പ്രഭാഷണം, ആ ഖുതുബയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും, ഇതാ നിങ്ങളുടെ രക്തം, അതേപോലെ നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, അത് അനധികൃതമായി മറ്റൊരാളുടേത് പിടിച്ചുപറ്റുന്നതോ അതിന് ഹാനി സംഭവിപ്പിക്കുന്നതോ നിങ്ങൾക്ക് ഹറാമാണ്, അത് വിലക്കപ്പെട്ടതാണ്. കഹുറുമത്ത് യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ, അനുഗ്രഹീതമായി ഈ നാട്ടിലും അതേപോലെ ഈ മാസത്തിലും ഈ ദിവസത്തിലും എത്രമാത്രം പവിത്രത നിലനിൽക്കുന്നുണ്ടോ ഇതുപോലെ മറ്റുള്ളവന്റെ രക്തത്തിന് പവിത്രതയുണ്ട്, അവന്റെ അഭിമാനത്തിന് പവിത്രതയുണ്ട്, അതേപോലെ തന്നെ അവന്റെ സമ്പത്തിന് പവിത്രതയുണ്ട്. മറ്റൊരാളുടെ സമ്പത്ത് അനധികൃതമായി പിടിച്ചുപറ്റാനുള്ള ഒരു പ്രവർത്തനത്തിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല. ഇല്ലീഗലായ മാർഗത്തിലൂടെ നിങ്ങൾ സമ്പത്ത് സമ്പാദിക്കുന്ന, മറ്റുള്ളവന്റേത് പിടിച്ചെടുക്കുന്ന ഒരു സമീപനവും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പ്രവർത്തനങ്ങൾ അത് നിങ്ങൾ നടത്താൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ രക്തം ചിന്താൻ കാരണമാകുന്ന സംഗതികൾ അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഈ പറഞ്ഞ ഒരൊറ്റ ഹദീസിന്റെ ശകലം അത് മനുഷ്യൻ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ വാസ്തവത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയല്ലേ. ഇന്ന് ലോകത്ത് കാണുന്ന ഒട്ടനവധി അപകടങ്ങളും അതേപോലെ അസ്വസ്ഥതകളും, ആ അസ്വസ്ഥതകളുടെ പ്രധാനമായ കാരണങ്ങൾ ഒരു പക്ഷേ ചില രക്തച്ചൊരിച്ചിലുകൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ ചിലരുടെ അഭിമാനത്തെ പറിച്ചു ചീന്താനുള്ള പ്രവർത്തനങ്ങൾ, ഈ മൂന്നാലൊരു സംഗതികളുമായി കണക്റ്റഡ് ആയിരിക്കുമെന്ന കാര്യത്തിൽ വല്ല തർക്കവും നമുക്കുണ്ടോ? അതുകൊണ്ട് തന്നെ ആലോചിക്കണം, അവനവന്റെ വ്യക്തി ജീവിതത്തിൽ ഓരോരുത്തരും പ്രത്യേകമായി ചിന്തിക്കണം. മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ, അതേപോലെ മറ്റൊരാളുടെ രക്തം ചിന്താൻ, മറ്റൊരാളുടെ ധനത്തിന് നഷ്ടം വരുത്താൻ അതൊരിക്കലും എന്റെ പ്രവർത്തനങ്ങളും എന്റെ വാക്കുകളും കാരണമാകരുത്. പവിത്രത കൽപ്പിക്കപ്പെട്ടതിന്റെ പവിത്രത പറിച്ചു ചിന്തുന്നത് അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുരുത്തക്കേടാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് ആ രംഗത്തൊക്കെയുള്ള സകല ചൂഷണങ്ങളെയും അല്ലാഹുവിന്റെ റസൂൽ അതാ നിരാകരിക്കുകയാണ്. അതാ പലിശ കൊണ്ട് അങ്ങേയറ്റം വിഷമിച്ചു നിൽക്കുന്ന ഒരുപാട് സാധുക്കൾ അവർ കുത്തുവാളയെടുത്ത് അങ്ങേയറ്റം താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് പണമുള്ളവൻ അത് മറ്റുള്ളവന്റെ രക്തം കുടിച്ച് വീർത്ത് അവന്റെ കയ്യിൽ പണം കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു, നേരത്തെ നടന്ന പലിശകൾ അത് മുഴുവനും നമ്മൾ നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു. ഇനി ആർക്കും പലിശ കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് മുടക്കുമുതല് വാങ്ങിയ പൈസ എത്രയാണെങ്കിലും തിരിച്ചു കൊടുക്കണം. കാരണം ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ, നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കാൻ പാടില്ല, മറ്റുള്ളവർ നിങ്ങളാൽ ആക്രമിക്കപ്പെടാനും പാടില്ല. അപ്പോ തന്ന കാശുണ്ടല്ലോ ആ പൈസ തിരിച്ചു കൊടുക്കണം. അതേസമയത്ത് മുടക്കുമുതൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതിന്റെ പേരിൽ പലിശ ബെനിഫിറ്റ് ഡിമാൻഡ് ചെയ്തത് അതൊരിക്കലും തന്നെ അക്രമമാണ്, അത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യമായിട്ട് നമ്മൾ എഴുതിത്തള്ളണ പലിശ, ഒഴിവാക്കണ പലിശ
എന്റെ എളാപ്പയായ അബ്ബാസ് എന്നവരെ പലിശയാണ്. അബ്ബാസ് എന്നവര് മേലോട്ട് നോക്കുകയാണ്, പഠിച്ചോനെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പലിശ കൊടുത്തത് ഓരോരുത്തരൊക്കെ ഇത് കിട്ടാനുണ്ട്. ഒറ്റയ്ക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അതാണ് ഒരു നിയമം നടപ്പാക്കുമ്പോ അത് സ്വന്തക്കാർ കൂടി ബാധകാക്കണം. അല്ല, അവരിലാണ് അത് ആദ്യം നടപ്പാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ ചെയ്യണത് എന്ത്, ആദ്യമായിട്ട് ഞാൻ ഒഴിവാക്കണ പലിശ, കൊടുക്കണ്ട എന്ന് പറയണ പലിശ എന്റെ എളാപ്പ അബ്ബാസ് എന്നവർക്ക് കിട്ടാനുള്ള പലിശയാണ്. അതുകൊണ്ട് എല്ലാവരും മുടക്ക് മുതൽ തിരിച്ചു കൊടുക്കണം, ആ സമയത്ത് പലിശ ഒറ്റ പൈസയും കൊടുക്കണ്ട. അതുപോലെ തന്നെ നേരത്തെ കുടിപ്പകയുടെ പേരിലും ജാഹിലിയ കാലത്ത് നിസ്സാര കാര്യങ്ങളുടെ പേരിലും ഒക്കെ പരസ്പരമുണ്ടായിരുന്ന അവസ്ഥകൾ, ആ അവസ്ഥകളുടെ പേരിൽ കുറെ രക്തച്ചൊരിച്ചിലുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, അനാവശ്യമായ പ്രശ്നങ്ങൾ. ആ ഉണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ പേരിലൊക്കെയുള്ള എല്ലാ വിഷയത്തിൽ നിന്നും തൽക്കാലം റിവഞ്ചിന്റെ ഒരു ശൈലി, പ്രതികാരത്തിന്റെ ശൈലി, അത് വേണ്ട നമ്മൾ തീരുമാനിക്കുന്നു. ആദ്യമായിട്ട് എന്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെ പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം അത് നമ്മൾ ഒഴിവാക്കുകയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പാക്കാൻ, അതേപോലെ തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാൻ, അതുപോലെ അനധികൃതമായ അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതകൾ കമ്മ്യൂണിറ്റിയിൽ സജീവമാകാതിരിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ അടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്ന, അതേപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനു വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. ഇസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ, നിങ്ങളുടെ സ്ത്രീകൾ, ആ സ്ത്രീകൾ ഏതു കാറ്റഗറിയിൽപ്പെട്ടവരായാലും അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമ്മയായും മകളായും ഭാര്യയായും സഹോദരിയായും എങ്ങനെയൊക്കെ നമ്മുടെ അടുത്തേക്ക് സ്ത്രീകൾ വരുന്നുണ്ടോ അവരോടൊക്കെയുള്ള കടമകൾ പാലിച്ചുകൊണ്ട് അവരോട് അനീതി പ്രവർത്തിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള മുൻകരുതൽ സത്യവിശ്വാസികളെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിച്ചു. ഇയ്യാക്കും വൽ ഗുലൂവ ഫിദ്ദീൻ, ശരിക്കും നിങ്ങൾ സൂക്ഷിക്കണം, മതത്തിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണിത്. ഓവറാകാൻ പാടില്ല, അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, ഈ ശിർക്കല്ലാത്ത തെറ്റല്ലാത്ത സംഗതികളൊക്കെ ശിർക്കിന്റെ ചാപ്പകുത്തി മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അത് വിഭാടനം ചെയ്യാൻ ശ്രമിച്ച ആളുകൾ, അവരൊക്കെ എത്തിപ്പെട്ട ദുരന്തങ്ങൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണില്ലേ, നമ്മൾ ചിന്തിക്കുന്നില്ലേ? ഒരു കാലത്ത് ശിർക്കല്ലാത്ത സംഗതികൾ ശിർക്കാണെന്ന് പറഞ്ഞ് അവസാനം അതൊക്കെ ശിർക്കായാൽ ഇവിടെ എന്തൊക്കെ ശിർക്കാക്കേണ്ടി വരുന്നു ഇപ്പൊ ചിലർക്കൊക്കെ ബോധോദയം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് മതത്തിൽ അതിര് കവിയാൻ പാടില്ല, ഉള്ളടത്ത് നിൽക്കണം. എങ്ങനെയാ ഇസ്ലാം പറഞ്ഞത് ആ പറഞ്ഞിടത്ത് നിൽക്കണം. ഏത് വിഷയത്തിലായാലും ആ ഒരു വലിയ ചിന്ത അത് നമ്മുടെ മനസ്സിൽ വേണം. അത് ആ പറഞ്ഞിടത്ത് നിൽക്കണമെങ്കിൽ പക്ഷെ എന്ത് വേണം? ഖുർആനും സുന്നത്തും ശരിയായി മനസ്സിലാക്കിയവരാരോ ആ മനസ്സിലാക്കിയവരുടെ കൂടെ നിൽക്കണം. അത് ബഹുമാനപ്പെട്ട ഇമ്മത്തുകളാണ്, ഇമാമുകളാണ്. അവർക്കാണ് ഖുർആൻ തിരിഞ്ഞത്, അവർക്കാണ് ഹദീസുകൾ മനസ്സിലായത്. കാരണം ഓരോ ആയത്തുകളും ഓരോ ഹദീസുകളും അതിന്റെ പശ്ചാത്തലം, അത് പറയുന്ന സമയത്തുള്ള റസൂലുള്ളാഹിന്റെ ശരീരഭാഷ അടക്കം ആ സംഗതികളിലൊക്കെ വെച്ചുകൊണ്ട് വേണം വാസ്തവത്തിൽ പലതിന്റെയും അർത്ഥം മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബത്തിനെ പിന്തുടർന്ന് കൃത്യമായ ആശയങ്ങളെ ആ ഓരോ ആയത്തുകളുടെയും അതേപോലെ തന്നെ ഹദീസുകളുടെയും ആ ടെക്സ്റ്റുകൾ വായിച്ച് തോന്നിയത് പറയലല്ല, മറിച്ച് ആ ടെക്സ്റ്റുകൾ വായിക്കുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അതിന് സാക്ഷികളായ സ്വഹാബത്തിനെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്വഹാബത്തിനെ കണ്ടവരെ കണ്ട് വിഷയങ്ങൾ പഠിക്കാനോ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ ഈ മതത്തിന്റെ കാവൽപ്പട്ടാളമായ ഇമാമുകൾ, ആ ഇമാമുകളെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും തന്നെ ഉലുവ് വരില്ല, മതത്തിൽ അതിരുവിട്ടു പോകൂല. അതേ സമയത്ത് എനിക്ക് ഇന്ന് തോന്നിയത് ഞാന് ഖുർആൻ വെച്ചിട്ടാണ്ട് വിലയിരുത്തുക, നാളെ തോന്നുന്നത് വേറെ നാളെയും വിലയിരുത്തുക. അങ്ങനെ വരുമ്പോ ഇന്ന് എന്റെ പെട്ടെന്നുള്ള ബുദ്ധിയിൽ അത് ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞു പോകും. ശിർക്കല്ലാത്ത സംഗതി ശിർക്കാക്കി മുശ്രിക്കല്ലാത്ത മനുഷ്യനെ മുശ്രിക്കാക്കുന്ന അപകടകരമായ അവസ്ഥ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ നമ്മൾ കുറെ കണ്ടു. ഇപ്പതാ ചിലരൊക്കെ പശ്ചാത്തപിച്ചു എന്ന് പറയാണ്, അതൊന്നും ശിർക്കാകാൻ നിവൃത്തിയില്ല. നാട് നീളെ നാരിയത്ത് സ്വലാത്ത് അത് ശിർക്കാണ് എന്ന് പ്രസംഗിച്ച് നടന്നിരുന്നു നമ്മുടെ നാട്ടിലെ മുജാഹിദ് മൗലവിമാരെ എല്ലാ കാലത്തും, അല്ലേ? എന്നാൽ ആ പ്രസംഗിച്ച് നടന്നിരുന്നവരിലെ നല്ലൊരു ശതമാനം
ഓവർ പ്രസംഗിച്ചിരുന്ന ആളുകൾ എന്നെ ഇപ്പൊ പറയാൻ ആരിയത്തു സലാത്തിൽ ശിർക്കുണ്ട് എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ സാധിച്ചിട്ടല്ലായിരുന്നു, മറിച്ച് പുടുത്തം വിട്ടിട്ട് പറഞ്ഞു പോകുകയായിരുന്നു. ഉലൂബിന്റെ അപകടകരമായ അവസ്ഥ, പിടുത്തം വിടുന്ന ഒരവസ്ഥ. ബഹുമാനപ്പെട്ട 50 മുജ്തഹിദുകൾക്ക് തിരിഞ്ഞ അവർക്കുണ്ടായിരുന്ന ശിർക്കിലുണ്ടായിരുന്ന ശുഷ്കാന്തി, ശിർക്ക് വരാൻ പാടില്ല എന്നതിൽ അവർക്കുണ്ടായിരുന്ന വല്ലാത്തൊരു ചിന്ത, ആ ചിന്തയുടെ 4 അയലത്ത് ഇന്ന് ജീവിക്കുന്ന ഒരു മൗലവിക്കും എത്താൻ പറ്റൂല. പക്ഷെ എന്നിട്ടും ബഹുമാനപ്പെട്ട 50 മുജ്തഹിദുകൾ നിങ്ങൾ ചിന്തിച്ചില്ലേ, ശിർക്കിന്റെ ലാഞ്ചന പോലും, ശിർക്ക് ആ പരിസരത്തേക്ക് വരാൻ സാധ്യതയുള്ള സംഗതികൾ പോലും ഉണ്ടാകരുതെന്ന് കണിശമായി പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുകൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവര് ഒരു കുഴപ്പമല്ല ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ സംഗതികളെ ശിർക്കിന്റെ ചാപ്പ കുത്തി അവഗണിക്കാനും അത് ചെയ്യുന്നവരെ മുശ്രിക്കാക്കാനുമുള്ള വളരെ മോശമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോയ ആളുകൾ, അവരിൽ പലർക്കും ഇപ്പൊ തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടായെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്നു. കാരണം വിവേകം വൈകി ഉദിച്ചാലും സ്വാഗതാർഹമാണ് എന്ന നിലക്ക് സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ ആ തിരിച്ചറിവും തിരുത്തലും അവർ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ജനത്തിലേക്ക് മാത്രമേ വരുന്നു എന്നതിനാൽ ഈ സാധനങ്ങൾ നന്നായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. അതുകൊണ്ട് ഇമാമുകൾ പറഞ്ഞെടുത്ത് നിന്നാൽ അവർ വരുംവരായികളെ മനസ്സിലാക്കി വിഷയങ്ങളെ കൃത്യമായി അതിന്റെ സോഴ്സിൽ നിന്ന് പഠിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞവരാണ്. അവരെ പിന്തുടർന്ന് ജീവിച്ചാൽ ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇമാമുകളെ പിന്തുടർന്നോളൂ. കാരണം ഇന്നഹും കന്നുജൂം, അവര് നക്ഷത്രങ്ങൾക്ക് സമാനരാണ്. ദിക്കറിയാതെ ദിശയറിയാതെ കടലിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ വിഷമിച്ചാൽ നക്ഷത്രത്തിന്റെ ഡയറക്ഷൻ നോക്കി അവന് തന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് പോലെ ഞാൻ ഏതു നിലപാടെടുക്കണമെന്ന് വിഷമിച്ചു നിൽക്കുന്ന കൺഫ്യൂഷനിലാകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയിമ്മത്ത് അവന് ദിശാബോധം നൽകുന്നയാളാണ്. കാരണം അവരെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ മതമേൽപ്പിച്ചത്. അറപ്പടം എന്നൊരു സംഭവം ഉണ്ടായല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞു, ഫൽയുബല്ലിഗ് ഷാഹിദു അൽ ഗായിബ്. ഇവിടെ ഹാജറുള്ള നിങ്ങൾ എന്നിൽ നിന്ന്, എന്റെ അടുത്ത് നിന്ന്, എന്റെ പാഠശാലയിൽ നിന്ന് നേരിട്ട് മതം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ നിങ്ങൾ, ഇതിന് ഭാഗ്യം കിട്ടാത്ത ആളുകൾക്ക് ഈ മഹിതമായ ആശയം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ തബ്ലീഗിന്റെ ആശയങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ പിൻതലമുറക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആ നിശ്ചയദാർഢ്യതയുമായി ബഹുമാനപ്പെട്ട സഹാബത്ത് ഇറങ്ങിയില്ലേ? 1.25 ലക്ഷം സഹാബത്തിന് അഡ്രസ് ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനിയിൽ ആ ഹജ്ജത്തുൽ വദായിലെ ചരിത്രപ്രസിദ്ധമായ ഖുതുബ നിർവഹിച്ചതെങ്കിൽ ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് 10,000 ആളുകളെ മദീനത്തെ ജന്നത്തുൽ ബഖയിൽ മറവിട്ട് കിടക്കുന്നുള്ളൂ. 1000-ഓളം സഹാബികളെ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലുള്ളൂ. ബാക്കിയുള്ള 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ എവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ള നിങ്ങൾ, ഇവിടേക്ക് വരാൻ ഭാഗ്യം കിട്ടാത്ത പിൻതലമുറക്ക് ഈ മഹിതമായ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന റസൂലുള്ളാഹിന്റെ ആ ഉപദേശം കേട്ടിട്ട് അത് നടപ്പാക്കാൻ വേണ്ടി, അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് പോയതാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലും ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ദീനിന്റെ പ്രബോധനം നടത്തി. ആ സഹാബത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ദീന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സൗഭാഗ്യം, അത് നേടാൻ പറ്റിയ നാടാണ് നമ്മുടേത് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ നോക്കൂ, അപ്പൊ മുത്തുനബി ഒരു കാര്യവും കൂടെ പറഞ്ഞു, അങ്ങനെ നിങ്ങളിലൂടെ, എന്നിൽ നിന്ന് നേരിട്ട് മതം പഠിച്ച നിങ്ങളിലൂടെ ഈ ആശയം എത്തിക്കപ്പെടുന്ന പിൻതലമുറയിൽ ചിലർ എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ നാവ് കൊണ്ടെന്ന് പറഞ്ഞത്. റുബ്ബ മുബല്ലഗിൻ, നിങ്ങളിലൂടെ ഡയറക്റ്റായി എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് ഈ എത്തിച്ചു കൊടുക്കുന്ന ആശയങ്ങൾ എത്തിക്കപ്പെടുന്ന പിൻതലമുറകളിൽപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ഡയറക്ട്ലി എന്റെ അടുത്ത് നിന്ന് കേട്ട നിങ്ങളെക്കാൾ വിഷയങ്ങൾ മനഃപ്പാടമാക്കാൻ ഭാഗ്യം കിട്ടിയവരുണ്ട്. വരാൻ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ 4 മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ച് പറഞ്ഞാൽ ചിലര് വലിയ ഗൗരവത്തിൽ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലിയ ആലിമ് സിദ്ദീഖുൽ അക്ബർ അല്ലേ? സിദ്ദീഖുൽ അക്ബറിന്റെ മദ്ഹബേതാ അല്ലേ? അത് ചോദിക്കണതിനുള്ള മറുപടി റസൂലുള്ള പറഞ്ഞത്, എന്റെ സഹാബികളെ ഡയറക്ട്ലി എന്നിൽ നിന്ന് മതം പഠിച്ച നിങ്ങളെക്കാൾ ആശയങ്ങൾ അഥവാ എന്റെ ദീനിന്റെ സംഭവങ്ങൾ മനഃപ്പാടമാക്കി അത് പിൻതലമുറക്ക് നഷ്ടപ്പെടാതെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു തലമുറയെ, ഒരു വിങ്ങിനെ അല്ലാഹു തആല പിന്നീടുണ്ടാക്കാൻ പോകുന്നുണ്ട്. അതെന്താ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം.
ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് എത്രയോ സഹാബികളെ ഇന്റർവ്യൂ ചെയ്യാൻ, അതേപോലെ തന്നെ സ്വഹാബത്തിനെ കണ്ടവരെ കാണാൻ അവസരമുണ്ടാകുന്നു ബഹുമാനപ്പെട്ട ഇമാമുകൾക്ക്. അപ്പൊ ആ സഹാബികളുടെ അടുത്ത് മുഴുവനുമുള്ള ഹദീസുകളും അവര് റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയ സംഗതികളും അതൊക്കെ സ്വാംശീകരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ആവശ്യമായ ഗവേഷണം നടത്തി പിൻതലമുറയിലേക്ക് ഈ ആശയം എത്തിച്ചു കൊടുക്കുക എന്ന ഏറ്റവും നല്ല കർത്തവ്യം അത് ബഹുമാനപ്പെട്ട ഇമാമുകൾ നിർവഹിച്ചു. അതുകൊണ്ട് ആ സിദ്ദീഖുൽ അക്ബറിന്റെ പേരിൽ മദ്ഹബുണ്ടായില്ല. അതേസമയത്ത് മാലിക് ഇമാമിന്റെ പേരിൽ മദ്ഹബുണ്ടായി, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മദ്ഹബുണ്ടായി, അതേപോലെ തന്നെ ഷാഫി ഇമാമിന്റെ പേരിൽ മദ്ഹബുണ്ടായി. ബഹുമാനപ്പെട്ട ഈ ആശയം നിങ്ങളിലൂടെ എത്തിക്കപ്പെടുന്ന പിൻതലമുറയിൽ എത്രയോ ആളുകൾ ഡയറക്ട്ലി എന്റെ അടുത്തുനിന്ന് കേട്ടവരെ കാണും ആശയങ്ങൾ മനഃപ്പാടമാക്കാൻ ഭാഗ്യം കിട്ടിയവരുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര അർത്ഥവത്തായ വാക്കാണ്. നമ്മുടെ ഇമാമുകളുടെ ആധികാരികത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ നുബുവത്തിന്റെ നാവുകൊണ്ട് എത്ര ഫലപ്രദമായാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എന്നിട്ടോ ആ ഇമാമുകളൊക്കെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി ഞങ്ങൾ നേരെ ഖുർആനിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ആളുകൾ ആന ഓടക്കാട്ട് കയറിയ പോലെ ഓരോരുത്തർ തോന്നിയതുപോലെ ഖുർആൻ കൊണ്ട് കളിച്ച് ഒരു കാലത്ത് എല്ലാവരും ഒന്നിച്ച് ശിർക്കാന്ന് പറഞ്ഞത് പരസ്പരം ശിർക്കിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു ദുരന്തം വരെ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കണം. ഒരുത്തനെ പിടിക്കുമ്പോ കരുത്തനെ പിടിക്കണം എന്ന നിലപാടായിട്ട് മുന്നോട്ട് പോയ ആ സുന്നികൾ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കണു. ആശയങ്ങളെല്ലാം അവർ പണ്ട് പറഞ്ഞതെന്ന് എപ്പോഴും അവർക്ക് പറയാൻ പറ്റുന്നു. കാരണം എന്താ, ബഹുമാനപ്പെട്ട ഇമാമുകൾ വരുംവരായികൾ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോയവരാണ്. അവരങ്ങനെ ബോധ്യപ്പെട്ട് പറഞ്ഞവരാണ്. അതേസമയത്ത് ഇവരെന്ന് തോന്നിയത് ഒന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ വാട്സപ്പിൽ ഒരാൾ എനിക്കൊരു ക്ലിപ്പ് അയച്ചു തന്നു. അപ്പൊ സക്കരിയ സലാഹിയോട് ചോദിക്കുകയാണ് ഒരാള്, ഞാൻ അടുത്ത കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് കടന്നു വന്ന ആളാണ്, നിങ്ങളൊക്കെ പ്രസംഗം കേട്ടായി ശരിയായിക്കുമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ നിങ്ങളിപ്പോ പറയണ എന്താ, നേരത്തെ നിങ്ങൾ ശിർക്കാണ് എന്ന് പറഞ്ഞ പല സംഗതി ഇപ്പൊ ശിർക്കല്ല നിങ്ങൾ പറയണത്. അതിന് നിങ്ങൾക്ക് അൽബാനിയുടെ ബുക്ക് വായിച്ചപ്പോ മനസ്സിലായി എന്നാ പറയണത്. ഇങ്ങനെയാണെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ബുക്ക് കിട്ടിയ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു നിങ്ങൾ മാറ്റി പറയില്ലേ? അപ്പൊ ഇക്കാര്യങ്ങള് എന്തുണ്ടാകുക, എന്നായിരിക്കും നിങ്ങളൊന്ന് പറച്ചിലതും പിന്നെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുക എന്നൊരാള് ചോദിക്കുമ്പോ സക്കരിയാത്തലായി ബോധ്യപ്പെട്ട തന്നെ നമ്മൾ പിന്നെ ഇഞ്ചും മാറ്റിന്ന് വരും, അങ്ങനെ ആക്കിന്ന് വരും, ഇങ്ങനെ ആക്കിന്ന് വരും എന്ന് പറഞ്ഞ ആകെ ഉരുളൊരു രസകരമായ ക്ലിപ്പ് ഈ അടുത്ത ദിവസം വാട്സപ്പിൽ ഒരാളെ അയച്ചു തന്നപ്പോ ഈ ആളുകൾ എത്തിപ്പെട്ട അപകടത്തിന്റെ ഭയാനകത ബോധ്യപ്പെടുകയാണ്. ഞാനിത് ഈ പ്രസംഗത്തിന്റെ ഇടക്ക് സൂചിപ്പിക്കുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനിയിൽ വെച്ച് അവിടുത്തെ അനുഗ്രഹീതമായ ഹജ്ജത്തുൽ വദാഇന്റെ ഖുതുബയിൽ വെച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞത് സുന്നികളുടെ ആധികാരികത തെളിയിക്കാനും വിദൈകൾക്ക് അഡ്രസ് ഇല്ലെന്നതിന്റെ വ്യക്തമായ രേഖയാക്കി മാറ്റാനും നമുക്ക് സാധിക്കുമെന്ന് ഈ അറഫ ദിനത്തിൽ പ്രത്യേകമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അറഫ ദിനത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം നമുക്കറിയാലോ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ മതത്തിന്റെ സമ്പൂർത്തീകരണത്തിന്റെ ഗുഡ് ന്യൂസ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അത് അറിഞ്ഞപ്പോഴല്ലേ ഒരു ജൂതൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇതുപോലുള്ള ഗുഡ് ന്യൂസ് എങ്ങാനും ഞങ്ങൾക്കാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ കൊല്ലം തോറും ഒരു പെരുന്നാളാക്കി ആഘോഷിക്കുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് അങ്ങനെ തന്നെ വേണ്ട പോലെ പഠിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ, ഞങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെയാണ്, ഞങ്ങൾക്കൊരു സന്തോഷത്തിന്റെ ദിവസം തന്നെയാണ്. കാരണം എന്താ, അതൊരു പെരുന്നാളിന്റെ ദിവസം, അത് വെള്ളിയാഴ്ച ചെയ്യുന്നു. അള്ളാഹിന്റെ റസൂൽ ആ പ്രസംഗിക്കണ ആ ഖുതുബോദന ദിവസം അത് വെള്ളിയാഴ്ച ആയിരുന്നു. ആ വെള്ളിയാഴ്ച മൂമിനെ സംബന്ധിച്ചിടത്തോളം വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പെരുന്നാളാണെന്ന്. രണ്ടാഘോഷേ മുസ്ലിമീങ്ങൾക്കുള്ളൂ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. വേറെ പെരുന്നാളില്ലാതെ നമ്മുടെ നാട്ടിൽ കുറച്ച് സാധുക്കള് എങ്ങനെയോ പറഞ്ഞു പെട്ടുപോയതാണ്. വേറെയും പല ഈദുകളും ബഹുമാനപ്പെട്ട ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു ഈദാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ദിവസമാണ് എന്തായത് ഞങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് എല്ലാ ആഴ്ചയും സമാനമായി വരുന്ന ദിവസങ്ങളൊക്കെ ആഘോഷത്തിന്റേത് തന്നെയാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് നമുക്കറിയാൻ സാധിക്കും. ഇനി
നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ അറഫാ ദിനത്തിൽ ഒത്തുകൂടിയ ഹാജിമാർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകൾ മഖ്ബൂലും മബ്റൂറുമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ സാലിഹായ ദുആയിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കും അടുത്ത സമയങ്ങളിൽ തന്നെ ആ പുണ്യഭൂമികളിൽ എത്താനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഹജ്ജിന് പോകാത്ത നമ്മൾ അറഫാ നോമ്പ് സുന്നത്ത് നോമ്പെടുത്തും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും അറഫയിൽ ഹാജിമാർ ഒത്തുകൂടുമ്പോ പടച്ചോനെ അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ആ ഒരു നഷ്ടബോധം മനസ്സിൽ കൊണ്ടു നടന്ന് അതോടൊപ്പം തന്നെ പറ്റുന്നത്ര ഖൈറാത്തുകൾ വർദ്ധിപ്പിച്ച് ദിക്റുകളും സ്വലാത്തുകളും കൂട്ടി അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറഫയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ള നമ്മോട് വർദ്ധിപ്പിക്കാൻ നിർദ്ദേശമുള്ള ഒരു വാക്കാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ പ്രകാശനം ചെയ്യുന്ന അനുഗ്രഹീതമായ ദിക്ർ അടക്കമുള്ള ദിക്റുകൾ വർദ്ധിപ്പിച്ചും പ്രാർത്ഥനകൾ കൂട്ടിയും ആ ദിവസത്തിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. അതോടൊപ്പം നബി തങ്ങൾ പറഞ്ഞ ഫല്യുബല്ലിഗ ഷാഹിദുൽ ഗായിബ് എന്ന് പറഞ്ഞ ആ പ്രബോധനത്തിന്റെ സ്വഭാവം ഓരോ കാലഘട്ടങ്ങളിലും ജീവിക്കുന്ന മുസ്ലിമിന്റെ കടമയാണ് നമ്മൾ മനസ്സിലാക്കണം. സുന്നി ഗ്ലോബൽ വോയിസ് അടക്കം ഒരുപാട് സംവിധാനങ്ങൾ ആ പ്രബോധനത്തിന്റെ മാർഗത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചും അതിനാവശ്യമായ ചിന്തകൾ നടത്തിയും നമ്മളെ കൊണ്ട് പറ്റും വിധത്തിലുള്ള പ്രവർത്തനത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു കൂടുതൽ ഫലവത്താക്കി തരുമാറാവട്ടെ. ദീനി ഖിദ്മത്തിന്റെ വഴികൾ അതേതൊക്കെ പുതിയ പുതിയ മാർഗങ്ങൾ വന്നാലും അവിടെയൊക്കെ ആത്മാർത്ഥമായി ദഅവത്തിന്റെ മാർഗത്തിൽ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അത് ശാസ്ത്രീയമായും ഫലപ്രദമായും ജനങ്ങളിലേക്ക് ആധുനിക കാലഘട്ടത്തിലെ ഈ ന്യൂ ജനറേഷൻ ആ ന്യൂ ജനറേഷനെ എങ്ങനെയാണ് അത് ഫലപ്രദമായി അവരിലേക്ക് അത് എത്തിക്കാൻ പറ്റുകയെന്ന് ചിന്തിച്ച് ഈ പ്രബോധനത്തിന്റെ വഴിയിൽ ഞാനും സജീവമായി ഇനി ഉണ്ടാകുമെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ശ്രദ്ധിക്കണമെന്നും പ്രതിജ്ഞ എടുക്കണമെന്നും SGV അതിന്റെ ഒരു മാർഗമായി അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിന്റെ നിങ്ങളുടെ അടിത്തറയായി നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മേഖലയായി ഗ്രൗണ്ടായി നിങ്ങളെല്ലാവരും കാണണമെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇതിന്റെ ഒരു ചെറിയ പ്രവർത്തകൻ എന്ന നിലക്ക് കൂടി ഈ കാലികമായ ഈ വിഷയത്തിന്റെ ഒരു പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കടമ എന്ന നിലക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ റൂം ഒരുപാട് പുതിയ പുതിയ പരിഷ്കാരങ്ങളോടുകൂടെ അൽഹംദുലില്ലാഹ് മുന്നോട്ട് വരികയാണ്. നെറ്റും സൗകര്യങ്ങളൊന്നും ഫലപ്രദമല്ലാത്തതിനാൽ ഞാൻ റൂമിൽ അങ്ങനെ ഉണ്ടാവണില്ലെങ്കിലും ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദും അതേപോലെ തന്നെ നമ്മുടെ ബാവയും അതുപോലെ ജാരങ്കണ്ടി അടക്കം അസ്കർ അടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട ഒട്ടനവധി പ്രവർത്തകരുമായി നിരന്തരം വ്യക്തിബന്ധം പുലർത്തി നടക്കുന്ന ഓരോ ചലനങ്ങളെക്കുറിച്ചും വിലയിരുത്തുകയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അണിയറയിൽ ഉണ്ടാവാറുണ്ട് എന്ന സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. പുറത്ത് കാണുന്നില്ല എന്നുള്ളത് അതത്ര വലിയൊരു കാര്യമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, കാണേണ്ടതില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് പ്രബോധനത്തിന്റെ വഴി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ പ്രബോധനത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ പുരോഗതിക്കും ഉന്നതിക്കും സഹായകമായ റൂട്ട് അത് സ്വീകരിച്ച് മുന്നോട്ട് പോകലാണ്. അല്ലാതെ ഒച്ചപ്പാടും ബഹളവും അല്ല, വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടോ ബഹളം കൂട്ടിയിട്ടോ അല്ല, മറിച്ച് ഫലപ്രദമായ എഫക്റ്റീവായ റൂട്ട് അത് തെരഞ്ഞെടുത്തും ചിന്തിച്ചും നമ്മുടെ മഹാരഥന്മാരായ നേതാക്കളുടെ പിന്നിൽ സംഘടനാ സംവിധാനത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അച്ചടക്കബോധമുള്ള പ്രവർത്തകരായി തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് UAEയിലും മറ്റൊക്കെ സൗദിയിലൊക്കെ നാളെ അറഫാ ദിനമാണല്ലോ, സുന്നത്ത് നോമ്പിന്റെ ദിവസമാണ്. പ്രാർത്ഥനയിൽ എല്ലാവരും പരസ്പരം ഉൾക്കൊള്ളിക്കുകയും ആ ദുആകൾ നമ്മുടെ ഒക്കെ ആഖിറത്തിന്റെ പുരോഗതിക്ക് കാരണമാകും വിധത്തിൽ നേരത്തെ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഉസ്താദ് ഞാൻ വരുമ്പോ പറയണത് കേട്ടല്ലോ നമ്മൾ KSM 756 എന്ന ഐഡിയിലുള്ള ഉസ്താദ് നമ്മളോട് പറഞ്ഞല്ലോ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുമ്പോ അവരെ പൊരുത്തപ്പെടിക്കാനും അതേപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഹെക്കടപാടുണ്ടെങ്കിൽ വാക്കാലോ മറ്റൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ ബലത്തിൽ നമുക്ക് ഊരിപ്പോരാനും സാധിക്കുന്ന ഒരു സൗഭാഗ്യം അതുകൊണ്ടുണ്ടാകുന്ന നേരത്തെ റസൂലുള്ളാഹിന്റെ വസിയ്യത്ത് പഠിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചില്ലേ, അതൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോ അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കാനുള്ള കാരണം
അത് സജീവമായിക്കൊണ്ടിരിക്കും എന്നൊരു തിരിച്ചറിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നത് സംബന്ധമായി സൂചിപ്പിച്ച് അറഫയെക്കുറിച്ചുള്ള ചർച്ച തൽക്കാലം അവസാനിപ്പിക്കുന്നു. ബലിപെരുന്നാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. യൗമുൽ ഹജ്ജുൽ അക്ബർ എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ഈ ഇതിനെക്കുറിച്ച് പെരുന്നാളിന്റെ യൗമുൻ നെഹറിനെ കുറിച്ച്, പെരുന്നാളിന്റെ ദിവസത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. ഹജ്ജുൽ അക്ബർ പറഞ്ഞാൽ നമ്മളിപ്പോ ചില ആളുകളൊക്കെ സാധാരണ എന്ത് പറയും, നമ്മളെ ആളുകൾ ചിലപ്പോ പറയും വെള്ളിയാഴ്ച അറഫ വന്നുകൊണ്ട് ഹജ്ജുൽ അക്ബർ. അങ്ങനെയല്ല, എല്ലാ കൊല്ലം ഹജ്ജുൽ അക്ബർ ഉണ്ട്. അതായത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്ന ദിവസം യൗമുൻ നെഹർ അഥവാ പെരുന്നാളിന്റെ അന്ന്, ആ ദുൽഹിജ്ജ 10 അന്ന്, ആ ദിവസത്തിന് ഹജ്ജുൽ അക്ബറിന്റെ ദിവസം എന്ന് ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അതേസമയത്ത് വെള്ളിയാഴ്ച അറഫ വന്നാൽ അത് വലിയ പ്രതിഫലാർഹമാണ്. 70 ഹജ്ജിന്റെ പ്രതിഫലമുള്ള ഹജ്ജായിരിക്കും അത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണത് വന്നതെന്ന് അറിയില്ല. ഹജ്ജുൽ അക്ബർ എല്ലാ കൊല്ലമുണ്ട്, അത് പെരുന്നാളിന്റെ അന്നാണ് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം എന്ന് ഉണർത്തുന്നു. അതുകൊണ്ട് പെരുന്നാളിന്റെ ദിവസം ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം മിനായി മുസ്ദലിഫയിൽ അറഫയിൽ നിന്ന് 9ന്റെ അന്ന് മഗ്‌രിബിന് ശേഷം മഗ്‌രിബോടും കൂടെ മടങ്ങി മുസ്ദലിഫയിൽ രാപ്പാർത്ത് 10ന്റെ അന്ന് രാവിലെ മിനായിലെത്തി ജംറത്തുൽ അഖബയിൽ കല്ലേറ് നടത്തി. അതേപോലെ തന്നെ മുടിയെടുക്കുകയും ഇഫാദത്തിന്റെ തവാഫ് ചെയ്ത് നേരത്തെ അഡ്വൻസ് ആയി തവാഫ് ഖുദൂമിന്റെ തവാഫിന് ശേഷം സഅയ് ചെയ്യാത്തവർ സഅയ് നിർവഹിക്കുകയും അതേപോലെ തന്നെ ബലിയർക്കുകയും ചെയ്യുന്നതടക്കമുള്ള കുറേ പ്രവർത്തനങ്ങൾക്കുള്ള ദിവസമാണ് പെരുന്നാളിന്റെ അന്ന്. ഹജ്ജിന്റെ ഒരു പ്രധാനപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ മേളിച്ച ദിവസമാണത്. ആ ദിവസം ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ, അവരുടെ ത്യാഗ സുരഭിലമായ ജീവിതത്തെ, അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള അവസ്ഥകളെ നമ്മൾ ചിന്തിക്കണം. അതായത് ഹജ്ജുൽ അക്ബർ വെള്ളിയാഴ്ച അറഫ വന്നാലാണ് ഹജ്ജുൽ അക്ബർ എന്ന് നമ്മളെ മലയാളികളൊക്കെ അങ്ങനെ, മലയാളികൾ മാത്രമല്ല മറ്റു പലരും അങ്ങനെ പറഞ്ഞു വരാറുണ്ട്. അതേസമയത്ത് പെരുന്നാളിന്റെ ദിവസം ദുൽഹിജ്ജ 10ന്റെ അന്നത്തെ ദിവസത്തെക്കുറിച്ച് എല്ലാ കൊല്ലവും ദുൽഹിജ്ജ 10ന്റെ അന്നത്തെ ദിവസമാണ് യൗമുൽ ഹജ്ജുൽ അക്ബരി എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അറഫ വെള്ളിയാഴ്ച വന്ന പവറുണ്ട്, 70 ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. അപ്പൊ അറഫ വെള്ളിയാഴ്ച വരുമ്പോ ഉള്ളതല്ല ഹജ്ജുൽ അക്ബർ, അതെല്ലാ കൊല്ലം ആവർത്തിക്കുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി നമ്മളെ എങ്ങനെയോ ഇങ്ങനെ കാലങ്ങളായിട്ട് കടന്നു വരുന്ന ഒരു ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അതത്ര വലിയൊരു വിഷയമായതുകൊണ്ടല്ല എന്ന് അറിയിക്കുന്നു. ഏതായാലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പ്രത്യേകം ഓർക്കുന്ന ദിവസമാണത്. നമുക്കറിയാലോ, ഇബ്രാഹിമി സരണി എന്നത് ഒരു വല്ലാത്ത സംഗതിയാണ്. അരിത്തബിയ മില്ലത്തെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ പിന്തുടരണമെന്ന കൽപ്പന. ആ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നിടത്ത് ഖുർആൻ പറയുന്നത് ഹനീഫൻ. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എല്ലാ വക്രമായ മാർഗങ്ങളിൽ നിന്നും സ്ട്രൈറ്റ് വേ ആയ ദീനിന്റെ കൃത്യമായ റൂട്ടിലേക്ക് തിരിഞ്ഞു വന്നിട്ടുള്ള സ്വഭാവം സ്വീകരിച്ചയാളാണ്. എവിടെയും ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ആ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റൂട്ടല്ലാത്ത വേറൊന്നും കാണാൻ സാധിക്കില്ല. ഇബ്രാഹിം നബിയെ സ്മരിക്കാൻ എല്ലായിടത്തും നമുക്ക് അവസരമുണ്ട്, നമ്മളോട് നിർദ്ദേശമുണ്ട്. അത്തഹിയാത്തിന് ശേഷം അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ സ്വലാത്തിന്റെ പൂർത്തീകരണത്തിന് ഇബ്രാഹിമി സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിലെന്താ, കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ ഓർക്കാതെ ഒരു മുസ്ലിമിന്റെ നിസ്കാരത്തിന് പൂർത്തീകരണം വരുന്നില്ല എന്ന് പറയുമ്പോ ആ ഇബ്രാഹിം നബിയെ ഓർക്കാനുള്ള വല്ലാത്ത നിർദ്ദേശമാണത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ ഇബ്രാഹിം നബി ഒരു ഉമ്മത്താണ്, അതൊരു പ്രസ്ഥാനാണ് എന്ന് പറഞ്ഞു എന്ന് വന്നാൽ തന്നെ ആ ഇബ്രാഹിം നബിയുടെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കിയേ, ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ അവസ്ഥകൾ നമ്മൾ ചിന്തിച്ചാൽ 4 ലോകം അടക്കി ഭരിച്ച ഭരണാധികാരികൾ എന്ന നിലക്ക് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മലിക്കുൽ അർളി അർബഅ, ലോകത്ത് ഒന്നായിട്ട് ഭരണം നടത്തി എന്ന് പറയുന്ന 4 രാജാക്കന്മാരുണ്ട്. ആ 4 രാജാക്കന്മാരിൽ മുഅ്മിനാനി വകാഫിറാൻ, 2 സത്യവിശ്വാസികളാണ്, 2 അവിശ്വാസികളുമാണ്. ദുൽഖർനൈനിയും സോളമൻ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും, അലക്സാണ്ടർ ചക്രവർത്തിയും അതേപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും അവര് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്, ലോകം അടക്കി ഭരിച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട
നബിസല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ കൂട്ടത്തിൽ കാഫിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് ഭരണാധികാരികൾ അത് ബുഖ്തു നസറും നമ്രൂദുമാണ്. ആ നമ്രൂദിന്റെ കാലത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ തന്റെ നാട്ടിലും പരിസരങ്ങളിലും നടക്കുന്ന അരുതായ്മകൾക്കെതിരെ പടമൊരുതിക്കൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം രംഗത്ത് വരുന്നത്. ലോകം അടക്കി ഭരിക്കുന്ന ഭരണാധികാരി എന്ന് പറയുന്ന നമ്രൂദിന്റെ മുഖത്ത് നോക്കി തന്റെ സത്യം തുറന്നു പറയാൻ, ആശയം പ്രഖ്യാപിക്കാനുള്ള ആ കരുത്തും കഴിവും അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രകടിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പിന്നെ സംസാരിക്കാൻ കഴിയാത്ത, ഒരു ചലനവുമില്ലാത്ത, ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ശിലകൾക്ക് പുറകെ പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മനസ്സിനെ പിടിച്ചുണർത്താൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദും പരിവാരങ്ങളും തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നു. നമുക്കറിയാം, ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും ഒരു ചാഞ്ചല്യവുമില്ലാതെ പടച്ചറമ്പിൽ തവക്കുലാക്കി മറ്റൊന്നും ചിന്തിക്കാതെ ധൈര്യസമേതം ആ തീയിലേക്ക് എടുത്തു ചാടുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലേക്ക് ഇടുമ്പോ മലക്കുകൾ വിതുമ്പുന്നു, ലോകത്തുള്ള വസ്തുക്കൾ മുഴുവനും പ്രയാസപ്പെടുന്നു, ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഓടി വന്ന്, ഓ നബിയെ, തീയിലേക്ക് വീഴാണ്, വല്ല സഹായവും ഞാൻ ചെയ്യേണ്ടതുണ്ടോ, എനി ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താ? അമ്മാ ഇലൈക ഫലാ, ഓ ജിബ്രീലെ, നിങ്ങളിലേക്ക് എനിക്കൊരാവശ്യമല്ല, നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതില്ല. അല്ലയോ? നമ്മുടെ നാട്ടിൽ വിധേയകളൊക്കെ സാധാരണ ഇബ്രാഹിം നബിയുടെ ദുആ എങ്ങനെയാണ്, ഇസ്മായിൽ നബിന്റെ ദുആ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്ത മഹാന്മാരോടല്ലോ ചോദിച്ചാൽ ശിർക്കാക്കാൻ തെളിവ് പറയല. അത് അങ്ങനെയാണ്. ഇപ്പൊ ഇനി നേരിട്ട് വന്ന ഒരാള് സഹായം വേണോ ചോദിക്കുമ്പോഴും വേണമെന്ന് പറഞ്ഞാൽ ശിർക്കാണ്ടേ ഇവരെ കണ്ടുപിടുത്തനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് അമ്മ ഇലൈക ഫലാ, നിങ്ങളെ സഹായം ആവശ്യമില്ല. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞത് എന്റെ സഹായം വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ അള്ളാഹിനോടൊന്ന് ദ്വാരക്കി, നിങ്ങളൊന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി തരാൻ വേണ്ടി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി എന്താ? ഇൽമുഹു ബിഹാലി യുഗ്നി അൻ സുആലി, ഇൽമുഹു ബിഹാലി യുഗ്നി അൻ സുആലി. അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തീയിലേക്ക് എടുത്തെറിയപ്പെടുന്ന അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ. അവന്റെ തൗഹീദ് സംസ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ തീയിലേക്ക് എടുത്തെറിയപ്പെടുന്നു ഞാൻ എന്ന അടിമ എന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ ഈ തീയിൽ ഞാൻ കിടന്ന് കരിയലാണ് പടച്ചോൻ ഇഷ്ടമെങ്കിൽ അള്ളാന്റെ ഇഷ്ടത്തിനാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. അതേസമയത്ത് ഞാൻ കരിയരുതെന്ന് റബ്ബിന് തീരുമാനമുണ്ടെങ്കിൽ, ഞാൻ ചോദിച്ചില്ലെങ്കിൽ തന്നെ എന്നെ സഹായിക്കാൻ ആ റബ്ബ് ഇടപെട്ടോളുമല്ലോ. ബഹുമാനപ്പെട്ട ഖുർആൻ എവിടെയാ പറയുന്നത്? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അപകടം വരാത്ത തണുപ്പാകണം എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല ആ തീയിന് നിർദ്ദേശം കൊടുത്തു. ദിവസങ്ങൾക്കു ശേഷം കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി എടുത്ത് ആനന്ദ നൃത്തം ചവിട്ടാനും ഞങ്ങളുടെ ദൈവങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ജനങ്ങളെ വാൺ ചെയ്യാനും കാത്തിരുന്ന ശത്രുക്കളുടെ മുന്നിലേക്ക് ഒരു രോമത്തിന് പോലും പോറലേൽ വേദനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന രസകരമായ കഥ അത് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കിയേ, ആ ഇബ്രാഹിം നബിയെ അള്ളാഹു നന്നായി പരീക്ഷിച്ചു. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക അവന്റെ ഇഷ്ടദാസന്മാരെ ആയിരിക്കും. ഈ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അശദ്ദന്നാസി ബലാഅൻ, ഏറ്റവും കൂടുതൽ പരീക്ഷണം ആർക്കാണ്ടാവുക? അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾക്കുണ്ടാകുക.
അമ്പിയാക്കളിൽ നിന്ന് തന്നെ ഏറ്റവും പ്രധാനമുള്ള മുർസലുകൾക്ക്, അവരിൽ നിന്ന് ഒന്നുകൂടി സെലക്ടഡ് ആയിട്ടുള്ള ഉലുൽ അസ്മിന്, ആ ഉലുൽ അസ്മിൽ നിന്ന് ഒന്നുകൂടി സെലക്ടഡ് ആയിട്ടുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലിട്ട് വറക്കപ്പെട്ട് ഊതിക്കാച്ചിയ പൊന്നുപോലെ അവരത് ആ പരീക്ഷണങ്ങളിൽ വിജയിച്ച് തിരിച്ചു വരുന്ന രസകരമായ കാഴ്ച, അതോടൊപ്പം നമുക്ക് ചിന്തിക്കാൻ സഹായകമാകുന്ന കാഴ്ച. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ അറുക്കാനുള്ള നിർദ്ദേശം കിട്ടി. കഥ ഞാൻ പറയണില്ല, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അതിലെ ഗുണപാഠം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിലാണ് തനിക്ക് കുഞ്ഞുണ്ടാകുന്നത്. ആ കുട്ടി തന്റെ കൂടെ കുസൃതി കുടുക്കയായി ഓടിച്ചാടി നടക്കാനുള്ള പ്രായമാകുമ്പോഴാണ് അല്ലാഹു തആല കുട്ടിയെ അറുക്കണമെന്ന് നിർദ്ദേശം നൽകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചാഞ്ചല്യമില്ലാതെ, ഒരറപ്പും വെറുപ്പുമില്ലാതെ പടച്ചോന്റെ തീരുമാനം നടപ്പാക്കാൻ സ്വയം തീരുമാനമെടുത്തു. എന്നിട്ട് അവിടെ കക്ഷിയാകേണ്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ചോദിച്ചു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറക്കണമെന്ന് റബ്ബിന്റെ നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് എന്താ വേണ്ടത്, നിന്റെ അഭിപ്രായം ഒന്ന് ആലോചിച്ച് നോക്ക്, ചിന്തിച്ചിട്ട് പറ. അങ്ങനൊന്നും ചിന്തിക്കാനില്ല. പാപ്പാന്റെ പൊന്നുമോൻ ഒറ്റയടിക്കെന്നെ പ്രഖ്യാപിക്കാണ്, അതാ യാവത്തി ഫൽമാതു ഉമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, എന്താണോ അള്ളാന്റെ നിർദ്ദേശമെങ്കിൽ അതങ്ങ് നടപ്പാക്കിക്കോളൂ. ക്ഷമിച്ച ഒരുപാട് അടിമകളില്ലേ അള്ളാഹുവിന്, ആ കൂട്ടത്തിൽ എന്നെയും ഉപ്പാക്ക് കാണാൻ സാധിക്കും. ണ്ടോ അവിടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പറച്ചിലിന്റെ ശൈലി ഒരു വല്ലാത്ത ബറക്കത്തിന്റെ ശൈലിയാണ്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉപ്പാക്ക് എന്നെ കാണാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഉപ്പ മകനെ അറക്കാൻ കൊണ്ടുപോവാണ്. ഉമ്മാനോട് ഒരുക്കി അയക്കാൻ പറയാണ്. ഒരുക്കി അയക്കാൻ പറയുമ്പോ ചരിത്രത്തിലെ ഉരുക്ക് വനിതയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പടച്ചോന്റെ നിർദ്ദേശം ഉണ്ടായിട്ടാണ് എന്നറിഞ്ഞതോടുകൂടെ മകനെ അറക്കാൻ വേണ്ടി ഒരുക്കി പറഞ്ഞയക്കുമ്പോ ആ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നില്ല, ആ ഉമ്മാന്റെ മനസ്സ് ചങ്കിടിപ്പ് കൂടുന്നില്ല. കാരണം എന്താ, ആ ഉമ്മയും ഇബ്രാഹിം നബിന്റെ കൂടെ നടന്ന് അള്ളാഹുവിനുള്ള തവക്കുല് നന്നായിട്ട് പഠിച്ചവരാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാലോ, നേരത്തെ മക്ക ജനവാസമല്ലാത്ത കാലത്ത്, ആ മക്കയിൽ കാര്യമായിട്ട് ജനങ്ങളില്ലാത്ത കാലത്ത് ആ കുഞ്ഞിനെയും ഈ ഉമ്മയെയും കഅബാലയത്തിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് ഇബ്രാഹിം നബി താമസിപ്പിച്ചല്ലോ. റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. പടച്ചോനെ, നിന്റെ കഅബാലയത്തിന്റെ പരിസരത്ത് അനുഗ്രഹീതമായ ഈ ഭവനത്തിന്റെ അടുത്ത് എന്റെ കുടുംബത്തെ ഞാൻ താമസിപ്പിക്കുകയാണ്. ഇവിടെ ഫലഭൂയിഷ്ടമായ മണ്ണല്ല, കൃഷികൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾക്കോ വേദിയില്ല. അതേസമയത്ത് കരിമ്പാറക്കൂട്ടങ്ങൾ കാവൽ നിൽക്കുന്ന കഅബാലയത്തിന്റെ പരിസരത്ത് ഞാനിതാ ആക്കിപ്പോവുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ് കുഞ്ഞിനെയും അതേപോലെ തള്ളയെയും ഹാജറ ബീവിയെയും അവിടെ ഇറക്കി വെച്ചിട്ട് അവിടെ നിർത്തിയിട്ട് തിരിച്ചു പോകുമ്പോ ഹാജറ ബീവി ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, അല്ല നിങ്ങൾക്ക് അള്ളാന്റെ നിർദ്ദേശം കിട്ടിയിട്ടാണോ നിങ്ങളിങ്ങനെ ഞങ്ങളാക്കി പോണത്, അതല്ല സ്വന്തം ഇഷ്ടാണോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അതേ നിർദ്ദേശമുണ്ട്. ഹാജറ ബീവിക്ക് പിന്നൊന്നും ബേജാറില്ല. ഇതല്ല, അങ്ങനെയാണെങ്കിൽ അല്ല ഞങ്ങള് പാഴാക്കൂല, പടച്ചോ ഞങ്ങൾക്ക് വേണ്ട സഹായം തരും. അങ്ങനെയല്ലേ എല്ലാ കാലത്തുള്ള മുസ്ലിമീങ്ങൾ സഫ മറുവക്കടയിൽ സായി ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട സംസം വെള്ളം കുടിക്കുമ്പോ അതൊക്കെ ഇബ്രാഹിം നബിയുമായി ഇസ്മായിൽ നബിയുമായി ഹാജറ ബീവിയുമായി കണക്റ്റഡ് ആണെന്ന വസ്തുതയും വാസ്തവവും നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? അതുപോലെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ കുട്ടിയെ അറുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ചിരിച്ചു കിടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തി വെക്കാൻ നോക്കുമ്പോഴേക്ക് കത്തിവെക്കുന്നതിന് മുമ്പേ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആടിനെ കൊണ്ടുവന്നു കൊടുത്ത് സ്വപ്നം സാക്ഷാത്കരിച്ച നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രതിഫലം തരുന്നു എന്ന് പ്രഖ്യാപിച്ച് ഫദൈനാഹു ബിദ്ബിഹിൻ അളീം, ഒരു മഹത്തായ അറുക്കാനുള്ള മൃഗത്തെ കൊണ്ടുവന്നു കൊടുത്ത് അതിനറുത്തുകൊണ്ട് കുട്ടിയെ അറുക്കാനുള്ള പ്രഖ്യാപനത്തിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അതിന്റെ പേരിൽ ഓർക്കുന്ന, അവിടുത്തെ ത്യാഗം ചിന്തിക്കുന്ന, എന്നിട്ട് അവനവന് റബ്ബ് നൽകിയ സമ്പത്തിന്റെ ചെറിയൊരു ഭാഗം ആ ത്യാഗത്തിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തി
ആത്മാർത്ഥമായി ഭക്തിയോടുകൂടെ ഉളഹിയ്യത്ത് അറുക്കാൻ നമ്മളോട് നിർദ്ദേശമുണ്ട്. പെരുന്നാളിന്റെ അന്നോ അയ്യാമത്ത് ശരീക്ക് തീരുന്നതിനിടക്കോ സൗകര്യം പോലെ നമുക്ക് ഉളഹിയ്യത്ത് അറുക്കാവുന്നതാണ്. വലിയ പുണ്യമുള്ള സംഗതിയാണ്. അഹ്സിനൂ ലഹായാക്കും ഫഇന്നഹാ ഫിൽ ഖിയാമത്തി മതായാക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീന് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. നിങ്ങളുടെ ഉളഹിയ്യത്തിന്റെ മൃഗങ്ങളെ, ബലിമൃഗങ്ങളെ നിങ്ങൾ നന്നാക്കണം. നല്ല വിലപിടിപ്പുള്ള, കാണാൻ കൊള്ളാവുന്ന, സൗന്ദര്യമുള്ള, നല്ല മാംസമുള്ള നല്ല മൃഗമായിരിക്കണം നിങ്ങൾ ഉളഹിയ്യത്ത് അറുക്കാൻ വേണ്ടി. കടമ തീർക്കുന്ന പണിയാകാൻ പാടില്ല. അതേസമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, അവിടെ റസൂലുള്ള പറഞ്ഞൊരു വാക്ക് ഫഇന്നഹാ ഫിൽ ഖിയാമത്തി മതായാക്കും. ആ മൃഗങ്ങൾ പരലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങളാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോ നമ്മൾ ഇതാ ഏറ്റവും ഫലപ്രദമായ വാഹനങ്ങൾ ഓരോന്ന് പുതിയത് വരുമ്പോ ആ വാഹനങ്ങൾ പിന്നെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ എന്തൊരു ആവേശാണ്. പുതിയ ഫെസിലിറ്റീസ് ഉള്ള വണ്ടികൾ ഇറങ്ങുന്നുണ്ട് എന്ന പരസ്യം കാണുമ്പോൾ തന്നെ ആ വണ്ടിക്ക് ബുക്ക് ചെയ്യുന്ന ആളുകൾ തന്റെ യാത്ര സുഖകരമാക്കണമെന്ന് ചിന്തിക്കുന്നവർ. എന്നാൽ ഉളഹിയ്യത്തിന്റെ മൃഗത്തെ അത് നമ്മൾ സജീവമാക്കുമ്പോ അന്ത്യനാളിലുള്ള നമ്മുടെ സഞ്ചരിക്കാനുള്ള വാഹനമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ? അങ്ങനെ ഉളഹിയ്യത്ത് അറുക്കണം, അത് ഭക്തിക്ക് വേണ്ടിയാകണം. ഞങ്ങളെ മഹല്ലിൽ ഇത്ര അർത്ഥട്ടുണ്ട് എന്ന് പേര് പറയാനല്ല, പെരുമ്പറയടിക്കാനല്ല, മറിച്ച് റബ്ബിന്റെ പൊരുത്തത്തിനും അള്ളാന്റെ ഇഷ്ടത്തിനും പടച്ച റബ്ബ് പ്രഖ്യാപിച്ച ത്യാഗനിർഭരമായ അവസ്ഥകൾ നിലനിർത്താനുമാണ്. അറഫാ ദിനത്തിന്റെ സുബഹി മുതൽ എല്ലാ നിസ്കാരത്തിന് ശേഷവും സുന്നത്ത് നിസ്കാരായാലും ഫർദ് നിസ്കാരായാലും തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമുക്കറിയാലോ, നിസ്കാരം കഴിഞ്ഞ ഉടനെ മറ്റ് ദിക്റുകളൊന്നും ചൊല്ലുന്നതിന്റെ മുമ്പേ ഏത് നിസ്കാരായാലും നിസ്കാരം കഴിഞ്ഞാൽ തക്ബീർ വേണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താണ് ഈ പ്രഖ്യാപനം? അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്, അതിന്റെ അപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. എന്റെ സ്വന്തം ശരീരമോ എന്റെ സമ്പത്തോ എന്റെ കുടുംബമോ എന്റെ ബിസിനസ്സോ എന്റെ മറ്റൊരു സംഗതിയും അള്ളാഹിനേക്കാൾ വലിയതല്ല. അതുകൊണ്ട് പടച്ചോന്റെ പൊരുത്തം എവിടെയാണോ, അള്ളാഹുവിന്റെ താല്പര്യം എന്താണോ അത് നടപ്പാക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബറിലൂടെ നമ്മൾ മുഴക്കുന്നതെങ്കിൽ, എന്നിട്ട് നമ്മുടെ ജീവിതത്തെ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ജീവിതത്തിൽ പടച്ചോന്റെ താല്പര്യം ഒരു ഭാഗത്തും നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റൊരു ഭാഗത്തുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായാൽ ആ ഫൈറ്റിംഗിന്റെ സമയത്ത് അള്ളാന്റെ താല്പര്യം മാറ്റിവെച്ച് നമ്മുടെ ഇഷ്ടത്തിന്റെ പുറകെ സഞ്ചരിക്കുന്നത് എന്തുമാത്രം ബുദ്ധിശൂന്യതയാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ച് ഈ പെരുന്നാൾ ദിനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അവനവന്റെ ജീവിതത്തിൽ റബ്ബിനെ അനുസരിക്കാനും അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടി മറ്റ് സ്വന്തം താല്പര്യങ്ങൾ ബലികഴിക്കാനുമുള്ള ഒരു സമർപ്പണത്തിന്റെ സന്ദേശത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെന്നതത്രേ ഈ പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. പെരുന്നാളിന്റെ ആഘോഷങ്ങൾ പിടിവിട്ടു പോകുന്ന അവസ്ഥ പലയിടത്തും നമ്മൾ കാണുന്നു. ഒരിക്കലും സത്യവിശ്വാസി ആത്മീയമായ വിശുദ്ധിക്ക് നിരക്കാത്ത ആഘോഷങ്ങളുടെ പുറകെ പോകാൻ പാടില്ല. മതം എതിർക്കാത്ത, ഇസ്ലാം തള്ളിക്കളയാത്ത, അതേപോലെ തന്നെ തെറ്റല്ലാത്ത ആഘോഷങ്ങളൊക്കെയും പെരുന്നാളിന്റെ പേരിലാകാം. കാരണം അത് ഭക്ഷണത്തിന്റെ ദിവസമാണ്, കളിക്കാനുള്ള ദിവസമാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീട്ടില് അവിടുത്തെ ഭാര്യയായി മദീനത്ത് വരുമ്പോ കുട്ടിത്തം വിട്ടുമാറാത്ത പെൺകുട്ടിയല്ലേ. ആയിഷ ബീവിക്ക് കാണാൻ എത്യോപ്യയിൽ നിന്ന് വന്ന, ഹബശയിൽ നിന്ന് വന്ന ചില കലാകാരന്മാരുടെ കളികൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ടിങ്ങനെ മുഖം മറച്ചു പിടിച്ച് ആയിഷ ബീവിയുടെ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റും വിധത്തിൽ അവർക്ക് മതിയെന്ന് പറയുന്നത് വരെ എന്റെ വീട്ടുമുറ്റത്ത് കളിപ്പിച്ച സംഭവം ഇമാം ബുഖാരി അടക്കം ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റല്ലാത്ത കളികൾ ആ കളികളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ സന്തോഷത്തിന്റെ വഴികൾ സ്വീകരിക്കാവുന്നതാണ്. കുടുംബബന്ധം പുലർത്താനും അതേപോലെ തന്നെ സൗഹൃദം കാത്തു സൂക്ഷിക്കാനും അരുതായ്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തെറ്റല്ലാത്ത ആഘോഷങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിക്കാത്ത ശൈലി അത് തന്നെ എല്ലായിടത്തും കണിശമായി പാലിച്ചുകൊണ്ട് ഒരു നല്ല മുസ്ലിമിന്റെ സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഇബ്രാഹിം നബിന്റെ ത്യാഗസ്മരണയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സമർപ്പണവും ഹാജറ ബീവി റളിയല്ലാഹു അൻഹ നിശ്ചയദാർഢ്യതയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ കണിശമായ നിർദ്ദേശങ്ങളും നമ്മുടെ രണ്ട് ലോകത്തിന്റെ വിജയത്തിനുമായി ഉപയോഗപ്പെടുത്തി ഈ പെരുന്നാൾ ദിനങ്ങൾ, അറഫാ ദിനമടക്കം പെരുന്നാളും അതേപോലെ തുടർന്നു വരുന്ന അയ്യാമുത്ത ശരീക്കിന്റെ ദിവസങ്ങളുമൊക്കെ ഏറ്റവും നന്നായി ആത്മീയമായി ഉപയോഗപ്പെടുത്തി
നല്ല മൂമിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്ത് നാട്ടിൽ 12 മണിയാകാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം വാക്കുകൾ ചുരുക്കി. പിന്നെ നിങ്ങളൊക്കെ ദ്വാരക്കണം. പ്രത്യേകിച്ച് നാളെ ഗൾഫിലൊക്കെ അറഫയുടെ ദിവസമല്ലേ. അപ്പൊ അതുകൊണ്ട് ആ അറഫ ആചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടികളൊക്കെ ഒരുപക്ഷെ പലയിടത്തും ഉണ്ടാകും. അതിലൊക്കെ സംബന്ധിച്ചും സുന്നത്ത് നോമ്പെടുത്തും ഒക്കെ പ്രത്യേകമായി ആ ദിവസത്തെ നിങ്ങളെ ബഹുമാനിക്കാൻ ശ്രദ്ധിക്കണം എന്നുണർത്തി റഹ്മാനുറഹീമായ അല്ലാഹു തആല നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇതിന്റേതായ ഭാഗങ്ങൾ പുലർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദീനി ഖിദ്മത്തിന് തബ്ലീഗിന്റെ വഴി അഥവാ പിന്നെ കെട്ടും വേണ്ടടുത്ത് നടക്കുന്ന തബ്ലീഗല്ല, മറിച്ച് ദീനി പ്രബോധനത്തിന്റെ റൂട്ടിൽ ഫലപ്രദമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നേരത്തെ അബൂജാലാൽ ഉസ്താദ് അടക്കം സൂചിപ്പിച്ച ആ പ്രയാസങ്ങളുള്ള ആളുകൾ, നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ധാരാളം ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ പിന്നെ തീർന്നു കിട്ടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു അതൊക്കെ തീർത്തു തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ഹാജിമാർക്കൊക്കെയും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്ത് നൽകുമാറാവട്ടെ. അവരുടെ നല്ല ദുആയിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവസാനം മരിക്കുന്ന സമയം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിച്ചുപോയവരുടെ പരലോകം സന്തോഷമാക്കുമാറാവട്ടെ. രണ്ട് ലോകത്തും അല്ലാഹു നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ ഇന്നാൾ സൂചിപ്പിച്ച എന്റെ മകളുടെ പിന്നെ അമ്മോശൻ ആലി മുസ്ലിയാർ വല്ലപ്പുഴ, അദ്ദേഹത്തിന് വേണ്ടി നാളെ വെള്ളിയാഴ്ച മയ്യിത്ത് നിസ്കാരത്തിന് കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ പ്രവർത്തനം കൊടുക്കണമെന്നും ദ്വാരക്കണമെന്നും കൂടെ പ്രത്യേകം ആവശ്യപ്പെടുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് പരലോകം സന്തോഷമാക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.